ഹായ് ഹലോ എവ്രി വൺ, എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആര്യ എസ് വിവേക്. അപ്പം നമുക്കറിയാം പഠനം ഓൾമോസ്റ്റ് ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത് റിവിഷൻ തുടങ്ങിയ ആൾക്കാരുണ്ടാവും ഈ കൂട്ടത്തില്. ഇനിയിപ്പം പകുതി വഴിയിൽ പഠിച്ചു തുടങ്ങിയവരൊക്കെ ഉണ്ടാവും. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഓൾറെഡി ഏരിയാസ് ഒക്കെ പഠിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ. ഇനി ആ ഏരിയാസ് പഠിച്ചു തുടങ്ങുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. അപ്പം എങ്ങനെയുള്ള ആസ്പിരൻസിനും ഒരുപോലെ ഫലപ്രദമാവുന്ന രീതിയിലാണ് ഈ ഒരു റിവിഷൻ ക്ലാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം കൃത്യമായിട്ടും തുടക്കം മുതൽ അവസാനം വരെ വാച്ച് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമയം കളയാതെ നമ്മുടെ റിവിഷൻ ക്ലാസ്സിലോട്ട് പോയാലോ. നമ്മൾ പ്യോർലി PYQs ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു റിവിഷൻ ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. PYQസും അതിന്റെ ആൻസേഴ്സ് എങ്ങനെ വന്നു, അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള സ്ഥലത്ത് അതിന്റെ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെ ഒരു രീതിയിലാണ്. അപ്പം തീർച്ചയായിട്ടും ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പോസ് ചെയ്ത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാൻ മറക്കരുത്. എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾ മറിച്ചു നോക്കേണ്ടത് നിങ്ങളുടെ നോട്ട്ബുക്ക് ആയിരിക്കണം. ഒരുപാട് ക്ലാസ്സസ് കണ്ട് സമയം കളയാൻ നിൽക്കരുത്. ഓക്കെ, തലേ ദിവസമൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്തു വെച്ച സാധനങ്ങൾ, നമ്മുടെ കയ്യിലുള്ള നോളജ് റിവൈസ് ചെയ്യുക എന്നുള്ളത്, അതിന് മൂർച്ച കൂട്ടി വെക്കുക, എക്സാം മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്താലോ. എല്ലാവരും റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എയ്തർ യു ഓർ ഐ ഡാഷ് ടു ചൂസ് ദ പോസ്റ്റ്. എയ്തർ ഓർ, നോക്ക, ഇതാണ് സാധനം. എയ്തർ ഓർ. നമ്മള് നോർമലി കോൺകോഡ് പ്രകാരം പഠിച്ചിട്ടുള്ളത്, ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ, ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറൽ, ഇങ്ങനെയല്ലേ? അതിനെയാണ് നമ്മൾ കോൺകോഡ് അല്ലെങ്കിൽ സബ്ജക്റ്റ് വേർബ് എഗ്രീമെന്റ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ആവുമ്പോഴത്തേക്ക് രണ്ട് സബ്ജക്ട്സ് യു ഉണ്ട് ഓർ ഐ ഉണ്ട്. സോ അപ്പം എയ്തർ ഓർ ഉപയോഗിച്ച് നമ്മൾ രണ്ട് സബ്ജക്ട്സിനെ ക്ലബ് ചെയ്തിരിക്കുക, യുവിനെയും ഐനെയും. ഓക്കെ, ഇനി ഈ എയ്തർ ഓറിനെ നമ്മൾ വിളിക്കുന്നത് കോറിലേറ്റീവ് പെയേഴ്സ് എന്നാ. ഈ കൂട്ടത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട രണ്ടാൾക്കാരും കൂടെ ഉണ്ട്. ഒന്ന് നീദർ നോർ ആണ്, വേറെ ഒന്ന് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ആണ്. ഓക്കെ, അപ്പം എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. അപ്പം ഇവന്മാരെ വെച്ച് നമ്മൾ രണ്ട് സബ്ജക്ട്സിനെ ക്ലബ് ചെയ്യുമ്പോ നമ്മൾ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചാണോ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചാണോ വേർബിനെ കൊടുക്കേണ്ടത്? നമ്മള് രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചാണ് വേർബിനെ കൊടുക്കേണ്ടത്. അപ്പൊ രണ്ടാമത്തെ സബ്ജക്റ്റ് ആരാ? ഐ അല്ലേ? ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒക്കെ ഇട്ട് നമ്മൾ രണ്ട് സബ്ജക്ട്സിനെ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കണം വേർബിനെ കൊടുക്കേണ്ടത്. രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ, രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വേർബ് പ്ലൂരൽ. ഓക്കെ, ഇവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ് ആരാ? ഐ ആണ് അല്ലെ? ഐക്ക് നമുക്ക് ആറ് കൊടുക്കാൻ പറ്റില്ല, വേറും ഇവിടെ കൊടുക്കാൻ പറ്റില്ല. വേറെ നമ്മൾ കണ്ടിട്ടുണ്ട് ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷനിലൊക്കെയാ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആമോ വാസോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ഓക്കെ, അതിന്റെ കൂടെ ആമോ വാസോ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ? സോ നമ്മൾ എന്ത് ചിന്തിക്കുക ആദ്യം? ഈ സെന്റൻസിൽ വാസ് വരാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ? വാസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് അല്ലേ? പാസ്റ്റിനെ കുറിക്കുന്ന എന്തെങ്കിലും ഒരു ഐഡിയ ഈ സെന്റൻസിൽ തന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പാസ്റ്റ് റെഫറൻസ് ഇവിടെ ഉണ്ടോ? ഇല്ല. ഇല്ലാത്ത പക്ഷം നമ്മൾ പ്രസന്റ് ചൂസ് ചെയ്യാം. സോ അവർ ആൻസർ ഇസ് ആം. ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ഇറ്റ്. അപ്പം PSC പരീക്ഷയിൽ തീർച്ചയായും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇവരെ വെച്ച് നമ്മൾ രണ്ട് സബ്ജക്ട്സിനെ കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ചാണ് നോർമലി വേർബിനെ കൊടുക്കുന്നത്. രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ, രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂരൽ. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം.
അറിയാത്തവരുണ്ടെങ്കിൽ നോട്ടിലേക്കൊക്കെ എഴുതി വെച്ചോളാം. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചോദ്യം, ദ പാസീവ് ഫോം ഓഫ് യു നീഡ് നോട്ട് സബ്മിറ്റ് ദ ഡോക്യുമെന്റ്. ഓക്കെ, യു നീഡ് നോട്ട് സബ്മിറ്റ് ദ ഡോക്യുമെന്റ് എന്നതിന്റെ പാസീവ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് എന്തറിയാം, നീഡ് നോട്ട് സബ്മിറ്റ്, നീഡ് സബ്മിറ്റ് അല്ലെ, നീഡ് ഇവിടുത്തെ മോഡൽ ഓക്സിലറിയാ അല്ലെ, നീഡ് ഇവിടുത്തെ മോഡൽ ഓക്സിലറിയ, മൊഡാൾ എന്ന് വിളിക്കും. ഇതുപോലെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരട്ടെ. ഹി വിൽ നോട്ട് ഈറ്റ് ദ ബനാന. ഇവിടെ വില്ല് എന്താണ്, ഓക്സിലറി ആണ്, ഈറ്റ് മെയിൻ വേർബ് ആണ് അല്ലെ. എന്ത് ഓക്സിലറിയാ വില്ല്? മോഡൽ ഓക്സിലറി, മൊഡാൾ ആണ് അല്ലെ. വിൽ നോട്ട് ഈറ്റ് ദ ബനാന. അതിനെ പാസീവ് ആക്കുമ്പോ നമ്മൾ ആദ്യം ഒബ്ജക്റ്റിനെ എഴുതും, ദ ബനാന, എന്നിട്ട് നമ്മൾ വില്ല് എഴുതുന്നു, നോട്ട് എഴുതുന്നു. ഓക്കെ, പിന്നെ നമുക്ക് ആരെ വേണമെന്ന് അറിയോ, ബി വേണം. ബി പ്ലസ് വി ത്രീ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമുക്ക് പിന്നെ ആവശ്യമുണ്ട്, ബി പ്ലസ് വി ത്രീ. ഓക്കെ, സോ ബി പ്ലസ് വി ത്രീ. അപ്പം ദ ബനാന വിൽ നോട്ട് ബി ഈറ്റൻ ബൈ ഹിം. ദ ബനാന വിൽ നോട്ട് ബി ഈറ്റൻ ബൈ ഹിം. ക്ലിയർ ആണോ? അപ്പം ഹി വിൽ നോട്ട് ഈറ്റ് ദ ബനാന എന്ന് പറയുന്നതിന്റെ പാസീവ് രൂപം എന്താ? ദ ബനാന വിൽ നോട്ട് ബി ഈറ്റൻ ബൈ ഹിം. ദ ബനാന will not be eaten by him. Clear with it? ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം നമുക്ക്. The passive form of you need not to submit the document. Need not to submit the document. അപ്പം the document ആണ് ഒബ്ജക്റ്റ് അല്ലേ. The document need not to be submitted. Clear ആണോ? The document need not to be submitted. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചറിലുള്ള ഒരു സെന്റൻസ് അല്ലെ, അതിനെ എങ്ങനെയാ, അതും നെഗറ്റീവ് സെന്റൻസ്, അതിനെ എങ്ങനെയാണ് പാസീവിലോട്ട് മാറ്റുന്നത് എന്നാണ് നമ്മൾ വേറൊരു എക്സാമ്പിളും കൂടെ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തെറ്റിക്കരുത്. ക്ലിയർ അല്ലേ? ഇനി പാസീവ് എല്ലാ പരീക്ഷകളിലെയും കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമായതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിലെ പാസീവ് സ്ട്രക്ചേഴ്സ് മുഴുവൻ ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, പാസീവ് വോയിസ്. അപ്പം ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള സെന്റൻസുകളാണ്. പാസീവ് എന്ന് പറഞ്ഞാലോ, ആ നമ്മുടെ ആക്റ്റീവ് സെന്റൻസിലെ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കി എടുത്തുകൊണ്ട് എഴുതുന്ന സെന്റൻസിനെ നമ്മൾ പാസീവ് എന്ന് വിളിക്കും. ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ നോക്കുക, ഹി റൈറ്റ്സ് നോവൽസ് എന്ന് കാണുന്നുണ്ടോ? ഹി റൈറ്റ്സ് നോവൽസ്. അവിടെ അപ്പുറത്ത് പാസീവ് ആക്കിയത് എന്താ? നോവൽസ് ആർ റിട്ടൺ ബൈ ഹിം എന്നാണ് അല്ലെ. നോവൽസ് ആർ റിട്ടൺ ബൈ ഹിം എന്നാണ്. അപ്പൊ നോക്കുക, ഹി റൈറ്റ്സ് നോവൽസ്, നോവൽസ് ആർ റിട്ടൺ ബൈ ഹിം. അപ്പം ഈ നോവൽസ് ഇവിടുത്തെ ഒബ്ജക്റ്റ് അല്ലേ, അല്ലെ? ഈ ഒബ്ജക്റ്റിനെ വെച്ചല്ലേ നമ്മുടെ പാസീവ് തുടങ്ങിയേക്കുന്നേ. ഓക്കെ, ഇനി നമ്മുടെ ഇവിടുത്തെ സബ്ജക്റ്റ് ഹി അല്ലേ, അത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഏജന്റ്, ബൈ ഏജന്റ് ആയി മാറുന്നു അല്ലെ. ബൈ ഏജന്റ് ആയി മാറുമ്പോൾ ഇതിന് ഒബ്ജക്റ്റീവ് ഫോം വേണം. അതായത് ഹി എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ രൂപമാണ്, അതിന്റെ ഒബ്ജക്റ്റീവ് പ്രനൗൺ ആണ് ഹിം. ഓക്കെ, സബ്ജക്റ്റീവ് പ്രനൗൺ ഹിയും ഒബ്ജക്റ്റീവ് പ്രനൗൺ ഹിമും ആണ്. സോ ഹി റൈറ്റ്സ് നോവൽസ് എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ മാറ്റുന്നു? നോവൽസ് ആർ റിട്ടൺ ബൈ ഹിം എന്നാക്കുന്നു. അപ്പം സിമ്പിൾ പ്രസന്റ് ഒബ്ജക്റ്റ് പ്ലസ് ഈസോർ ആർ ഓർ ആം പ്ലസ് വി ത്രീ പ്ലസ് ബൈ ഏജന്റ് എന്ന് പറയുന്നതാണ് സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് സ്ട്രക്ചർ. അപ്പൊ ഒബ്ജക്റ്റ് എന്താ? നോവൽസ്. നോവൽസ് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ ഈസ് ആണോ ആർ ആണോ ആം ആണോ ചേർക്കുന്നത്? ആർ അതിന്റെ കൂടെ ചേർക്കുന്നു. നോവൽസ് ആർ. വി ത്രീ എന്താ? റിട്ടൺ. നോവൽസ് ആർ റിട്ടൺ ബൈ ഹിം. ഡൺ വിത്ത് ഇറ്റ്. ഇനി അടുത്ത ടെൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ എന്താ? സബ്ജക്ട് പ്ലസ് ഈസോർ ആർ ഓർ ആം പ്ലസ് വെർബ് പ്ലസ് ING എന്ന് പറയുന്നതാ അല്ലെ. അപ്പം ഹി ഈസ് റൈറ്റിംഗ് എ നോവൽ. പ്രസന്റ് കണ്ടിന്യൂസിലായിരിക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസിനെ നമ്മൾ പാസീവിലോട്ട് മാറ്റുമ്പോൾ എങ്ങനെയാ മാറ്റുന്നത്? ഒബ്ജക്ട് പ്ലസ് ഈസോർ ആർ ഓർ ആം പ്ലസ് ബീങ് പ്ലസ് വി ത്രീ പ്ലസ് ബൈ ഏജന്റ് ആണ്. ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താ? എ നോവൽ. അത് സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഈസ് കൊടുക്കാം. എ നോവൽ ഈസ്. ഇനി ബീങ് വേണ്ടേ? കണ്ടോ, ഇവിടെ ഒരു ബീങ് ഇല്ല. ബീങ് റിട്ടൺ ബൈ ഹിം. എ നോവൽ ഇസ് ബീങ് റിട്ടൺ ബൈ ഹിം. അപ്പം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഒബ്ജക്ട് പ്ലസ് ഈസോർ ആർ ഓർ ആം പ്ലസ് വി ത്രീ പ്ലസ് ബൈ ഏജന്റും, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഒബ്ജക്ട് പ്ലസ് ഈസോർ ആർ ഓർ ആം പ്ലസ് ബീങ് പ്ലസ് വി ത്രീ പ്ലസ് ബൈ ഏജന്റും നമുക്ക് കൊടുക്കാം. ഓക്കെ,
ഇനി അടുത്ത ടെൻസ് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ എന്താ? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 എന്ന് പറയുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ. ഹി ഹാസ് റിട്ടൺ എ നോവൽ. ഇനി അതിന്റെ പാസീവ് സ്ട്രക്ചർ എന്താ? ഒബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ ഏജന്റ്. ഓക്കെ, അപ്പൊ എങ്ങനെ പറയാം നമുക്ക്? എ നോവൽ ഹാസ് ബീൻ റിട്ടൺ ബൈ ഹിം. എങ്ങനെയാ നമ്മൾ പറയുന്നത്? എ നോവൽ ഹാസ് ബീൻ റിട്ടൺ ബൈ ഹിം. നോവൽ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഹാസ് കൊടുത്തു. പ്ലൂറൽ ആയിരുന്നെങ്കിൽ, നോവൽസ് എന്നൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഹാവ് കൊടുക്കായിരുന്നു. ക്ലിയർ? ഇനി അടുത്ത ടെൻസ് നോർമലി വേണ്ടത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇംഗ്ലീഷിൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇത്രയും ആൾക്കാർക്ക് പാസീവ് ഇല്ല. അതുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ നോക്ക്, ഹി റോട്ട് എ നോവൽ. ഹി റോട്ട് എ നോവൽ. അപ്പൊ നമുക്ക് നോക്കിയാലോ, സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് സ്ട്രക്ചർ വരുന്നത് ഒബ്ജക്ട് പ്ലസ് വാസ് ഓർ വെർ പ്ലസ് V3 പ്ലസ് ബൈ ഏജന്റ് എന്നാ. ഇത് നമുക്ക് കമ്പയർ ചെയ്ത് പഠിച്ചൂടെ? സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഒബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് V3 പ്ലസ് ബൈ ഏജന്റ് എന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആണെങ്കിലോ വാസ് ഓർ വെർ പ്ലസ് V3 പ്ലസ് ബൈ ഏജന്റ്. നമ്മൾ ഓക്സിലറീസ് ഒന്ന് മാറുന്നത്ര മാത്രം കമ്പയർ ചെയ്ത് പഠിച്ചു വയ്ക്കാം. അപ്പം നമ്മൾ എങ്ങനെ വരും ഇതിന്റെ പാസീവ്? എ നോവൽ വാസ് റിട്ടൺ ബൈ ഹിം. എ നോവൽ വാസ് റിട്ടൺ ബൈ ഹിം. ഓക്കെ, ഇനി അടുത്തത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഹി വാസ് റൈറ്റിംഗ് എ നോവൽ. സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വേർബ് പ്ലസ് ING എന്ന് പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ആക്റ്റീവ് സ്ട്രക്ചർ. അതിന്റെ പാസീവ് സ്ട്രക്ചർ എങ്ങനെയാ? ഒബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ബീയിങ് പ്ലസ് V3 പ്ലസ് ബൈ ഏജന്റ്. നമ്മൾ പ്രസന്റിൽ ഈ വാസ് വേറിന് പകരം ഈസ് ആർ ആം ആയിരുന്നു എന്ന് മാത്രമാണ് വ്യത്യാസം. എപ്പോഴും കമ്പയർ ചെയ്ത് പഠിച്ചു വെക്കുമ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. എ നോവൽ വാസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. എ നോവൽ വാസ് ബീയിങ് റിട്ടൺ ബൈ ഹിം. കിട്ടിയോ? ഇനി അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ്. സ്ട്രക്ചർ എന്താ? സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3. ഇവിടെ കാര്യങ്ങൾ ഇച്ചിരി എളുപ്പമാണ്. കാരണം സിംഗുലർ ആണെങ്കിലും ഹാഡ് ആണ്, പ്ലൂറൽ ആണെങ്കിലും ഹാഡ് ആണ്. പ്രസന്റിൽ നമുക്ക് സിംഗുലർ ആണെങ്കിൽ ഹാസ് ആയിരുന്നു, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ആയിരുന്നു. ഇവിടെ അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല. ഓക്കെ, രണ്ടിനും നമ്മൾ പൊതുവായിട്ട് ഹാഡ് ആണ് കൊടുക്കുന്നത്. സോ ഹി ഹാഡ് റിട്ടൺ എ നോവൽ എന്നുള്ളത് നമുക്ക് പാസീവിലോട്ട് വരുമ്പം സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ഒബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ ഏജന്റ്. അതായത് എ നോവൽ ഹാഡ് ബീൻ written by him. A novel had been written by him. ക്ലിയർ ആണോ? ഇനി ഫ്യൂച്ചറിൽ രണ്ട് ടെൻസിനെ പാസീവ് ഉള്ളൂ. ഫ്യൂച്ചർ സിമ്പിൾ ഫ്യൂച്ചറിനും ഫ്യൂച്ചർ പെർഫെക്റ്റിനും. ഫ്യൂച്ചർ കണ്ടിന്യൂസിനും ഇല്ല, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിനും ഇല്ല. സോ ഹി വിൽ റൈറ്റ് എ നോവൽ. നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ ചെയ്ത ഒരു സാധനം അല്ലെ, ഈ ടെൻസ് ആയിരുന്നു. അപ്പം നോക്ക്, സ്ട്രക്ചർ ഒബ്ജക്ട് പ്ലസ് മോഡൽ ഓക്സിലറി പ്ലസ് ബി പ്ലസ് V3 പ്ലസ് ബൈ ഏജന്റ്. ഒബ്ജക്ട് പ്ലസ് മോഡൽ ഓക്സിലറി പ്ലസ് ബി പ്ലസ് V3 പ്ലസ് ബൈ ഏജന്റ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? എ നോവൽ വിൽ ബി റിട്ടൺ ബൈ ഹിം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആയിരുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് വ്യത്യാസം അല്ലെ. വിൽ നോട്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം എ നോവൽ വിൽ ബി റിട്ടൺ ബൈ ഹിം. ക്ലിയർ ആണോ? ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഹി വിൽ ഹാവ് എ റിട്ടൺ എ നോവൽ. ഹി വിൽ ഹാവ് എ റിട്ടൺ എ നോവൽ. അപ്പൊ നോക്കുക, ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ പാസീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒബ്ജക്ട് പ്ലസ് മോഡൽ ഓക്സിലറി പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ ഏജന്റ്. ഇവിടെ ആദ്യം ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ആക്റ്റീവ് സ്ട്രക്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഹി വിൽ ഹാവ് റിട്ടൺ എ നോവൽ, അതായത് സബ്ജക്ട് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് V3 എന്നാണ്. അപ്പൊ അപ്പുറത്ത് വരുമ്പോഴത്തേക്കോ പാസീവില് ഒബ്ജക്ട് പ്ലസ് മോഡൽ ഓക്സിലറി പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 പ്ലസ് ബൈ ഏജന്റ്. A novel will have been written by him. A novel will have been written by him. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറ്റൊരു കാര്യം കൂടെ, ഇംപെറേറ്റീവ്സ്. അതായത് നമ്മൾ ഓർഡർ, റിക്വസ്റ്റ്, കമാൻഡ്, ഇതിനൊക്കെയാണ് ഇംഗ്ലീഷിലെ ഇംപെറേറ്റീവ് സെന്റൻസസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയാം, ഷട്ട് യുവർ മൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ?
ഒരു ഷട്ട് എന്ന് പറയുന്ന ഒരു വേർബ് വെച്ചാ തുടങ്ങിയേക്കുന്നത് അല്ലെ. സോ അങ്ങനെയുള്ള അല്ലെ ക്ലോസ് ദ ഡോർ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഹെൽപ്പ് മീ. അപ്പൊ അങ്ങനെയുള്ള വേർബിൽ തുടങ്ങുന്ന സെന്റൻസസിനെ നോർമലി നമ്മൾ ഇംപറേറ്റീവ്സ് എന്ന് പറയുന്നത് വേർബിലാവാം, അല്ലെങ്കിൽ പ്ലീസിലൊക്കെ ആവാം, ഓക്കെ, അല്ലെങ്കിൽ ഡോണ്ടിലൊക്കെ ആവാം. അപ്പം ജസ്റ്റ് വേർബിൽ തുടങ്ങുന്നതാണെന്ന് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അപ്പം ഇവന്മാർക്ക് പാസീവ് എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ട് ഇതിന്. ആ ഫോർമാറ്റ് ഇങ്ങനെയാ: ലെറ്റർ പ്ലസ് ഒബ്ജക്റ്റീവ് പ്ലസ് ബി പ്ലസ് ബി ത്രീ. എങ്ങനെയാ ഫോർമാറ്റ്? ലെറ്റർ പ്ലസ് ഒബ്ജക്റ്റീവ് പ്ലസ് ബി പ്ലസ് ബി ത്രീ. ഇവിടെ നമുക്ക് ക്ലോസ് ദ ഡോർ നോക്കിയേ, ക്ലോസ് ദ ഡോർ. ലെറ്റ് ഒബ്ജക്റ്റ് എന്താ? ദ ഡോർ. ഇനി ഒബ്ജക്റ്റ് കഴിഞ്ഞ ആര് വേണം? ബി. ബി. ബി ത്രീ എന്താ? ക്ലോസ്ഡ്. ലെറ്റ് ദ ഡോർ ബി ക്ലോസ്ഡ്. കിട്ടിയോ? ഇനി അടുത്ത ഷട്ട് യുവർ മൗത്ത്. പറഞ്ഞു നോക്ക്, ഞാൻ പറയുന്നതിന്റെ മുമ്പ് മനസ്സിൽ പറഞ്ഞു നോക്ക്, കിട്ടുന്നുണ്ടോ? അപ്പം ലെറ്റ് യുവർ മൗത്ത് ബി ഷട്ട്. ഷട്ടിനെ ഷട്ടർ എന്നൊന്നും പറയല്ലേ, ഷട്ട് ഷട്ട് ഷട്ട്. V1 V2 V3 ഷട്ടാ. കട്ട് കട്ട് കട്ട്. ഓക്കെ. അപ്പം ഇംപറേറ്റീവിന്റെ സ്ട്രക്ചർ എന്താ? ലെറ്റർ പ്ലസ് ഒബ്ജക്റ്റീവ് പ്ലസ് ബി പ്ലസ് വി ത്രീ ആണ്. ഈ നെഗറ്റീവ് സെന്റൻസസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാം കൂടെ ഒന്നും പറയുന്നില്ല. നമുക്ക് നോർമൽ സാധാരണ സെന്റൻസുകളും അതുപോലെ തന്നെ ഇംപറേറ്റീവ്സും ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത്, they were not ashamed dash hug each other. അപ്പം എല്ലാവരും ഇവിടെ എന്ത് വിചാരിക്കും അറിയാവോ? ashamedന്റെ കൂടെ ഇവിടുത്തെ ഫിക്സഡ് പ്രിപ്പോസിഷൻ ആയിട്ടുള്ള ഓഫ് കൊടുക്കാന്ന് വിചാരിക്കും. ഈ ഓഫ് അല്ലേ, ഈ ഓഫ് കൊടുക്കാന്ന് സംശയിക്കും. പക്ഷെ അത് തെറ്റാ. ടു ആയിരുന്നു ആൻസർ. അപ്പൊ എല്ലാവരും ashamedന്റെ കൂടെ ഓഫ് അല്ലേ പഠിച്ച്, ടു എങ്ങനെയാ വരുന്നേ? അങ്ങനെ ഒരു കൺഫ്യൂഷനില് ഈ ക്വസ്റ്റ്യൻ വന്നപ്പം മെജോറിറ്റിയും തെറ്റിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ എങ്ങനെയാ വരുന്നതെന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്ലാങ്കിന് ശേഷം തന്നിരിക്കുന്നത് വെർബിന്റെ റൂട്ട് ഫോം ആണെങ്കിൽ, ഹഗ് എന്നാ തന്നിരിക്കുന്നത്, അവിടെ ടു ഉപയോഗിക്കാം. കാരണം ഇതിനെ മൊത്തത്തിൽ നമ്മൾ പറയുന്നത്, ഐ മീൻ ടൂവിനെയും ഹഗിനെയും കൂടെ നമ്മൾ പറയുന്നത് ടു ഇൻഫിനിറ്റീവ് എന്നാ. ഓക്കെ, ടു ഹഗ് എന്ന് പറയുന്നത്. അപ്പൊ പറഞ്ഞത് എന്താ? ബ്ലാങ്കിന് ശേഷം വെർബിന്റെ റൂട്ട് ഫോം, ബേസ് ഫോം ആണ് വന്നിരിക്കുന്നതെങ്കിൽ ടു കൊടുക്കുക. അത് ടു ഇൻഫിനിറ്റീവ് ആണ്, അവിടുത്തെ പ്രിപ്പോസിഷൻ അല്ല ടു. ഓക്കെ, ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ് അല്ലെങ്കിൽ റൂട്ട് ഫോം ഓഫ് ദ വേർബ് എന്ന് പറയുന്നത് ടു ഇൻഫിനിറ്റീവ് ആ. ദേ വെർ നോട്ട് അഷെയിംഡ് ടു ഹഗ് ഈച്ച് അതർ. ഇനി ഈ ഹഗിന് പകരം ഹഗിങ് ആയിരുന്നെങ്കിൽ, അതായത് ING ഫോം ആണെങ്കിൽ, അതായത് ജറണ്ട് ആണെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം? പ്രിപ്പോസിഷൻ. അപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ബേസ് ഫോം ആണെങ്കിൽ ടു കൊടുക്കുക. ഇനി ING ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന വേർബിനനുസരിച്ചുള്ള പ്രിപ്പോസിഷൻ. ഇവിടെ ഹഗിങ് ആയിരുന്നെങ്കിൽ ഓഫ് ഹഗിങ് എന്ന് പറയായിരുന്നു. കാരണം അഷെയിംഡിന്റെ കൂടെ ഓഫ് എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതാവുമായിരുന്നു. ക്ലിയർ ആണോ? ഇപ്പൊ പറഞ്ഞത് എന്താ? ഈ ഹഗ് ബേസ് ഫോമിൽ ആയതുകൊണ്ടാണ് ഇവിടെ ടു കൊടുക്കുന്നത്. അത് ടു പ്ലസ് റൂട്ട് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇൻഫിനിറ്റീവ് ആണ്. ഇനി അത് ഹഗിങ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കായിരുന്നു? ഓഫ് കൊടുക്കായിരുന്നു. കാരണം അഷെയിംഡിന്റെ പ്രിപ്പോസിഷൻ ഓഫ് ആണ് അല്ലെ. പ്രിപ്പോസിഷന് ശേഷം ഇംഗ്ലീഷിൽ ING ഫോം ആണ് ഉപയോഗിക്കുന്നത്. ഒരു വേർബിന്റെ രൂപമായിട്ട് അതിന് നിൽക്കാൻ പറ്റൂല. ING കൊടുത്ത് അതിനെ ജറണ്ട് ആക്കണം. ഓക്കെ, അപ്പം അതിന്റെ ഡീറ്റെയിൽഡ് വശങ്ങളൊന്നും പറയുന്നില്ല. നോർമലി ഒരു പ്രിപ്പോസിഷനെ നമ്മൾ ഒരു നൗണിന്റെയോ പ്രൊനൗണിന്റെയോ മുമ്പിൽ മാത്രമേ പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ എന്നാ. അതുകൊണ്ടാണ് പ്രിപ്പോസിഷന് ശേഷം ഒരു വേർബിന്റെ രൂപം കാണുകയാണെങ്കിൽ അതിനെ ജറണ്ടാക്കി മാറ്റുന്നത്. അതായത് ജറണ്ട് എന്ന് പറഞ്ഞാൽ വെർബൽ നൗണാക്കി മാറ്റാൻ വേണ്ടി ING കൊടുക്കുന്നത്. അപ്പം അത്ര ഡീറ്റെയിൽഡ് വശമൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. ബേസ് ഫോം ആണെങ്കിൽ മുന്നിൽ ടു കൊടുക്കുക. ടു പ്ലസ് ബേസ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇൻഫിനിറ്റീവ്. ഇനി ING ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഓഫ് കൊടുക്കാം. ഓക്കെ, ഓഫ് ഹഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജറണ്ട് അവിടെ വരുന്നത്. ക്ലിയർ ആണോ? ഈ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർബിനനുസരിച്ച് കൊടുത്തോണേ. അഷെയിംഡ് ആയതുകൊണ്ട് ഓഫ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട്. അപ്പൊ ആൻസർ വരുന്നത് എന്താ? അവിടെ ടു ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. ഗെറ്റ് റെഡി ഫോർ ദ ഡിസെന്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എന്ത് ടൈപ്പ് സെന്റൻസ് ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വേർബിലാ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പറേറ്റീവ് ആണെന്നല്ലേ. തൊട്ട് മുമ്പത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യം. അപ്പം ഒരു വേർബിലാണ് തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ഈ ഗെറ്റ് റെഡി ഫോർ ദ ഡിസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങാൻ തയ്യാറായിക്കോളൂ എന്ന് പറയുന്നതാ.
അല്ലെ? അപ്പം എന്ത് പറയാം, ഇതൊരു ഇമ്പറേറ്റീവ് സെന്റൻസാ. എക്സ്ക്ലമേറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ആശ്ചര്യം കാണിക്കുന്ന, അല്ലെ? അപ്പം ആശ്ചര്യ ചിഹ്നമൊക്കെ ഉണ്ടാവും അതില്. വാട്ട് അല്ലെങ്കിൽ ഹൗ എന്നൊക്കെ തുടങ്ങുന്ന എക്സ്ക്ലമേറ്ററി പ്രൊനൗൺസിൽ തുടങ്ങി എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിക്കുന്നതിനാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അലാസ്, വൗ എന്നൊക്കെ പറയുന്ന ഇന്റർജെക്ഷൻസ് ഒക്കെ കാണും അവിടെ. ഓക്കെ, സോ ഇന്ററോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെ? ക്വസ്റ്റ്യൻ വേർഡ്സിൽ അല്ലെങ്കിൽ ഓക്സിലറി വേർബ്സിൽ തുടങ്ങാം. രണ്ട് രീതിയിലും, അല്ലെ? ഓക്സിലറി വേർബ്സിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം അല്ലെങ്കിൽ വാട്ട്, ഹൗ ഒക്കെ പോലത്തെ ക്വസ്റ്റ്യൻ വേർഡ്സിൽ തുടങ്ങാം. എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കണം. അപ്പം WH ക്വസ്റ്റ്യൻ വേർഡ്സിലോ അല്ലെങ്കിൽ ഓക്സിലറി വേർബ്സിലോ തുടങ്ങി ക്വസ്റ്റ്യൻ മാർക്സിൽ അവസാനിക്കുന്ന ടൈപ്പ് ഓഫ് സെന്റൻസസിനെയാണ് നമ്മൾ നോർമലി ഇന്ററോഗേറ്റീവ് സെന്റൻസസ് എന്ന് വിളിക്കുന്നത്. ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസ് ഡിക്ലറേറ്റീവ് സെന്റൻസ്, എസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇംപറേറ്റീവ് എന്താണെന്ന് മനസ്സിലായി, എക്സ്ക്ലമേറ്ററി എന്താണെന്ന് മനസ്സിലായി, ഇന്ററോഗേറ്റീവ് എന്താണെന്ന് മനസ്സിലായി, ഡിക്ലറേറ്റീവ് എന്താണെന്ന് മനസ്സിലായി. ഈ ഡിക്ലറേറ്റീവ് തന്നെ നമ്മൾ എഫോമേറ്റീവ് ആൻഡ് നെഗറ്റീവ്, ഇങ്ങനെ രണ്ട് ടൈപ്സ് ഉണ്ട്. എഫോമേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് സെന്റൻസസ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് വേർഡ്സ് ഉണ്ടെങ്കിൽ ആ സെന്റൻസ് നെഗറ്റീവ് ആയിരിക്കും. എസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് എന്ന് പറയുന്നത് ഒരു പേരാ. അതിന്റെ അണ്ടറിൽ വരുന്നതാണ് എഫോമേറ്റീവ്, നെഗറ്റീവ്. എഫോമേറ്റീവ് പോസിറ്റീവും, നെഗറ്റീവ് സെന്റൻസ് നെഗറ്റീവും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെന്റൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ എടുത്തപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇനി അപ്പൊ ആൻസർ വരുന്നത് എന്താ? ഇംപറേറ്റീവ് സെന്റൻസ്. ഷീ വിൽ ഡാഷ് ദ പൊസിഷൻ ഓഫ് എ മാനേജർ. അവൾ ഇനി മാനേജറിന്റെ പൊസിഷൻ ഓക്യുപ്പൈ ചെയ്യാൻ പോകുന്നത് ടുമോറോ, അല്ലെ? ഷീ വിൽ ഡാഷ് ദ പൊസിഷൻ ഓഫ് മാനേജർ ടുമോറോ. അപ്പൊ എന്തായിരിക്കും? ടേക്കപ്പ് ആണ് കേട്ടോ. ടേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒക്യുപ്പൈ ചെയ്യാന്നാണ് അർത്ഥം. ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ബാക്കി ഫ്രേസൽ വെർബ്സ് ഒക്കെ ഒന്ന് പഠിക്കണ്ടേ? ബാക്കി ഫ്രേസൽ വെർബ്സ് ഒക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയണം. ആദ്യം ടേക്ക് ഇൻ, ചതിക്കുക, ഡെസീവ് ചെയ്യുക. ടേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസീവ് ചെയ്യുക. ടേക്ക് ഔട്ട്, റിമൂവ് ചെയ്യുക. റിമൂവിങ് സംതിങ് ഫ്രം എ പ്ലേസ്, ടേക്ക് ഔട്ട്. ടേക്ക് ആഫ്റ്റർ, വെരി വെരി ഇമ്പോർട്ടന്റ്, എപ്പോഴും ചോദിക്കുന്നതാ. സാദൃശ്യം കാണിക്കുക, റിസംപിൾ. ഓക്കെ, അപ്പം ടേക്ക് ഇൻ, ഡെസീവ്, ടേക്ക് ആഫ്റ്റർ, റിസംപിൾ, ടേക്ക് അപ്പ്, ഒക്യുപ്പൈ, ടേക്ക് ഔട്ട്, റിമൂവിങ് സംതിങ് ഫ്രം എ പ്ലേസ്. ഓക്കെ ആണോ? അപ്പൊ നമ്മള് ഇതിൽ ഓപ്ഷനിൽ തന്നിരിക്കുന്ന എല്ലാ ഫ്രേസസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഓക്കെ, അപ്പം ഈ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ തന്നെ സ്പെൽ ചെക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. ഡിഗ്രി പ്രിലിംസിനൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാ, 2 സ്പെൽ ചെക്ക് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? സോ നമുക്ക് സ്പെൽ ചെക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം തീർച്ചയായിട്ടും. അപ്പം മാന്യൂർ എന്ന് പറയുന്ന ഒരു ടേം ആയിരിക്കണം ചോദിച്ചിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ സ്പെല്ലിംഗ് എന്താ വരുന്നത്? MANOEUVRE. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. MANOEUV അറേ, അറേ എന്നങ്ങനെ പഠിക്കും. ഓക്കെ, MANOEUV അറേ. ആക്ടിവിറ്റി അല്ലെങ്കിൽ മൂവ്മെന്റ് എന്നാണ് ഈ മെന്യൂറിന്റെ അർത്ഥം വരുന്നത്. ആക്ടിവിറ്റി അല്ലെങ്കിൽ മൂവ്മെന്റ്, അതാണ് മെന്യൂറിന്റെ അർത്ഥം. സോ നമ്മൾ എന്താ പറഞ്ഞത്? മെന്യൂർ എന്ന് പറയുന്ന വേർഡിന്റെ സ്പെല്ലിംഗ്, സ്പെൽ ചെക്ക് ആണ് ചോദിച്ചത്. MANOEUVRE സ്പ്ലിറ്റ് ചെയ്ത് അങ്ങോട്ട് പഠിച്ചോ. ആക്ടിവിറ്റി അല്ലെങ്കിൽ മൂവ്മെന്റ് എന്നാണ് അർത്ഥം വരുന്നത്, മാന്യൂർ. ഓക്കെ, ഇനി ഇഫ് ക്ലോസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് മത്സര പരീക്ഷകളിലെ ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കേരള PSC. ഇഫ് ഐ ന്യൂ ഹെർ അഡ്രസ്, ഐ ഡാഷ് എ ലെറ്റർ ടു ഹെർ. ഓക്കെ, ഇഫ് ഐ ന്യൂ ഹെർ അഡ്രസ്, എനിക്ക് അവളുടെ അഡ്രസ് അറിയാമായിരുന്നെങ്കിൽ, പാസ്റ്റ് ആണ്, ഞാൻ അവൾക്കൊരു ലെറ്റർ എഴുതിയേനെ. ഓക്കെ ആണോ? ആദ്യം നമുക്ക് ഇഫ് ക്ലോസ് ഒന്ന് എഴുതാം. 3 തരത്തിലാ. ഒന്ന് സിമ്പിൾ പ്രസന്റില്, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. 2, ഇഫ് യു സ്റ്റഡീഡ് വെൽ
you would pass. 3. If you had studied well, you would have passed. അപ്പൊ നമുക്ക് നോക്കാം. 3 തരത്തിലാണ് നമുക്ക് എന്ത് പഠിക്കാനായിട്ടുള്ളത്? ഇഫ് ക്ലോസ് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് സിമ്പിൾ പ്രസന്റ് കണ്ടീഷനാ. ഇഫ് യു സ്റ്റഡി വെൽ, കണ്ടോ സ്റ്റഡി. സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 അല്ലെ, സിമ്പിൾ പ്രസന്റില്. അപ്പോ മെയിൻ ക്ലോസിൽ നമ്മൾ എന്ത് കൊടുക്കണം? വിൽ പാസ്, കണ്ടില്ലേ? വില്ലോ ഷാലോ ക്യാനോ മേയോ എന്തെങ്കിലും ഒന്ന് പ്ലസ് V1 കൊടുക്കണം. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. വില്ല് ഷാല് ക്യാന് മേ വോട്ടെവർ, അതിന്റെ കൂടെ V1. ഓക്കെ, അടുത്ത കണ്ടീഷൻ സിമ്പിൾ പാസ്റ്റ് ആണ്. ഇഫ് യു സ്റ്റഡീഡ്, V2 ആയി അല്ലെ, ഇവിടെ V1 ആയിരുന്നു, ഇവിടെ V2 ആയി. അപ്പൊ അപ്പുറത്ത് എന്താ? യു വുഡ് പാസ്. ഈ വില്ലിന് പകരം വുഡ് ആയി. പാസ് അങ്ങനെ തന്നെ. അപ്പം വുഡ് ഷുഡ് കുഡ് തന്നിരിക്കുന്നതിനനുസരിച്ച് കൂടെ V1 അഗെയിൻ. V1 തന്നെയാണ്, പാസ്ഡ് ഒന്നും ആക്കരുത്. വുഡ് പാസ്. ഓക്കെ, ഇനി അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടീഷൻ ആണ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, ഹാഡ് പ്ലസ് V3. വെൽ അപ്പുറത്ത് വുഡ് ഹാവ് പാസ്ഡ്, കണ്ടോ? വുഡ് ഷുഡ് കുഡ് തന്നിരിക്കുന്നതിനനുസരിച്ച് പ്ലസ് ഹാവ് പ്ലസ് V3. ഇവിടെയാണ് V3 വരുന്നത്. ബാക്കി രണ്ടിലും V1 ആ. വില്ല് പ്ലസ് V1, വുഡ് പ്ലസ് V1. ഇവിടെ വുഡ് ഹാവ് പ്ലസ് V3. അപ്പം നിങ്ങൾക്ക് ഈ വില്ല് ഷാല് ക്യാന് എന്ത് വേണമെങ്കിലും ആവാട്ടോ. അപ്പൊ വുഡ് ഷുഡ് കുഡ് തന്നിരിക്കുന്നതിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നോക്കി. ഇഫ് ഐ ന്യൂ ഹെർ അഡ്രസ്, ന്യൂ, നോ, ന്യൂ, നോൺ. V2 അല്ലേ ന്യൂ. അതായത് നമ്മൾ ഈ പറഞ്ഞ ഈ രണ്ടാമത്തെ കണ്ടീഷനാ ക്വസ്റ്റ്യൻ. അപ്പുറത്ത് നോക്കണം, ഞാൻ എന്താ പറഞ്ഞത്? വുഡ് പാസ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരണം? വുഡോ ഷുഡോ കുഡോ എന്തെങ്കിലും ഒന്ന് വരണം. പ്ലസ് V1 വരണം അല്ലെ. ഐ ഡാഷ് എ ലെറ്റർ ടു ഹെർ. റോട്ട് പറ്റുമോ? ഇല്ല. കുഡ് റിട്ടേൺ പറ്റുമോ? കുഡ് റിട്ടേൺ പറ്റും. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? V1 അല്ലേ. കുഡ് റൈറ്റ്, കണ്ടോ? കുഡ് ഹാവ് റിട്ടേൺ അല്ല. കാരണം എന്താ? ഇഫ് ഐ ഹാഡ് നോൺ എന്നല്ല പറഞ്ഞത്, ഇഫ് ഐ ന്യൂ എന്നല്ലേ. മൂന്നാമത്തെ കണ്ടീഷൻ ആണെങ്കിലല്ലേ കുഡ് ഹാവ് റിട്ടേൺ കൊടുക്കണ്ടേ. ഇവിടെ തന്നിരിക്കുന്ന രണ്ടാമത്തെ കണ്ടീഷൻ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? കുഡ് റൈറ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇഫ് ക്ലോസ് ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എന്ത് ആൻസർ ആയിട്ട് കൊടുക്കാം? കുഡ് റൈറ്റ് നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത നോക്കുക. സിനോണിംസ് ഓഫ് സക്കംബ്. സക്കംബ് എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിം ആണ്. വേർഡിന്റെ സിനോണിം നോക്കാം. ഈ സക്കംബ് എന്ന് പറഞ്ഞാലും ഈൽഡ് എന്ന് പറഞ്ഞാലും റെലന്റ് എന്ന് പറഞ്ഞാലും സറണ്ടർ എന്ന അർത്ഥം കീഴടങ്ങുക. ഓക്കെ, അപ്പൊ നമുക്ക് 1, 2 ഇതിന്റെ സിനോണിംസ് ആയിട്ട് പറയാം. ബോത്ത് 1 and 2. സക്കംബ്, ഈൽഡ്, റെലന്റ്. പഠിച്ചോ? ഈ ബാക്കി 2 വേർഡ്സ് റിവോൾട്ട്, കലാപം, കോൺകർ. കോൺകർ എന്ന് പറഞ്ഞാൽ കീഴടക്കുക അല്ലെ. സോ സിനോണിംസ് ആണ്. ഒന്നുമില്ല, ഇത്രയും വേർഡ്സ് പഠിച്ചു വെക്കുക. ഈൽഡ്, റെലന്റ്, സറണ്ടർ ഒക്കെ നമ്മൾ പഠിച്ചു വയ്ക്കും. ഓക്കെ, ഇനി ഐ ആസ്ക്ഡ് ഹിം ക്യാൻ യു ജോയിൻ ദ ടീം ടുഡേ. റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് അല്ലെ. ചേഞ്ച് ദ സെന്റൻസ് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. I asked him, can you join the team today? Can you join the team today? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ്. Can you join the team today? അപ്പം ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മള് റിപ്പോർട്ട് ചെയ്യുമ്പം എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം? ഒരു ക്വസ്റ്റ്യന് നമ്മള് 2 തരത്തിലാ ക്വസ്റ്റ്യൻസ് ഉള്ളത് അല്ലെ. WH ക്വസ്റ്റ്യൻസും ഉണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും ഉണ്ട്. WH ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ അതേ WH വേർഡ്സ് ആണ് നമ്മൾ കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കുക. വാട്ട് ആണെങ്കിലും ഹൗ ആണെങ്കിലും ഒക്കെ. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ മനസ്സിലായി? ക്യാൻ, അതായത് മോഡൽ ഓക്സിലറി അല്ലേ ക്യാൻ അല്ലെ. ഓക്സിലറി വേർഡ്സ് വെച്ചിട്ടാ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൈമറി ഓക്സിലറീസ് ആവാം, മോഡൽ ഓക്സിലറീസ് ആവാം. ഏതായാലും ഓക്സിലറീസ് വെച്ചാ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തിലേക്ക്? റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇഫ് അല്ലെങ്കിൽ വെദർ കൺജങ്ഷൻ ആയിട്ട് കൊടുക്കണം അല്ലെ. ഇഫ് അല്ലെങ്കിൽ വെദർ കൺജങ്ഷൻ ആയിട്ട് കൊടുക്കണം. അപ്പൊ നോക്കുക, ഐ ആസ്ക്ഡ് ഹിം ഇഫ് അല്ലെ. ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഐ ആസ്ക്ഡ് ഹിം ദാറ്റ്. അപ്പൊ ഈ ദാറ്റ് കണ്ടാൽ ഇത് തെറ്റാണ് മനസ്സിലാക്കുക അല്ലെ. ഐ ആസ്ക്ഡ് ഹിം ഇഫ് ഇതിനെയും കൺസിഡർ ചെയ്യാം.
ഇതിനെയും കൺസിഡർ ചെയ്യാം. കണ്ടോ, ഒരു ഓപ്ഷൻ നമ്മൾ കട്ട് ചെയ്തേ കണ്ടോ. ഓക്കെ, ഇനി ക്യാൻ യു ജോയിൻ ദ ടീം ടുഡേ എന്നല്ലേ. ഐ ആസ്ഡ് ഹിം ക്യാൻ യു ജോയിൻ ദ ടീം ടുഡേ. അപ്പൊ നോക്ക്, സ്ട്രക്ചർ നോക്കിയോ. ഐ ആസ്ഡ് ഹിം, അത് അങ്ങനെ തന്നെ. ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആസ്ക്ഡ് തന്നെയാണല്ലോ, നമ്മൾ എൻക്വയർഡ് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ എന്ത് കൊടുക്കുന്നത്, റിപ്പോർട്ടിംഗ് വേർബ് കൊടുക്കുന്നത്. ഇവിടെ ആസ്ക്ഡ് ആണ് എല്ലാത്തിലും. സോ അതന്നെ, ഐ ആസ്ഡ് ഹിം. ഇനി ഇഫ് കൊടുത്ത നമ്മൾ കൺജങ്ഷൻ, ഐ ആസ്ഡ് ഹിം ഇഫ്. ഇനി ആരെ കൊടുക്കണം, സബ്ജക്റ്റിനെ കൊടുക്കണം. അവനോടല്ലേ ചോദിച്ചത്, അപ്പൊ സബ്ജക്റ്റ് ആരാ, ഹി. ഐ ആസ്ഡ് ഹിം ഇഫ് ഹി. അത് കഴിഞ്ഞ നമ്മളെ ക്യാൻ അല്ലെ, അതായത് അതിന്റെ പാസ്റ്റ് നമ്മളെല്ലാം ഇക്വിവാലന്റ് പാസ്റ്റിലോട്ട് മാറ്റൂലേ റിപ്പോർട്ട് ചെയ്യുമ്പോ. ഇഫ് ഹി കുഡ്, അതായത് ഇൻവേർട്ട് ചെയ്യണം. സബ്ജക്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓക്സിലറി വേർബിനെ കൊടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ ആവുമ്പോ ആദ്യം ഓക്സിലറി വേർബ് പിന്നെ സബ്ജക്ട് അല്ലെ, നമ്മൾ അതിനെ തിരിക്കും. ഇഫ് ഹി കുഡ്. ഇനി ജോയിൻ അതുപോലെ തന്നെ, കുഡ് ജോയിൻ അല്ലെ, ക്യാൻ ജോയിൻ എന്നുള്ളത് കുഡ് ജോയിൻ. ഓക്കെ, അപ്പം ഐ ആസ്ക്ഡ് ഹിം ഇഫ് ഹി കുഡ് ജോയിൻ ദ ടീം. ഇനി ടുഡേ എന്നുള്ളത് എന്താവും, ദാറ്റ് ഡേ ആവും അല്ലെ. റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്, ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ ആവുമെന്ന്. ഓക്കെ ആണോ? അപ്പം ആദ്യത്തേതിൽ ടുഡേ തന്നെയാണ് അല്ലെ, അതുകൊണ്ട് നമുക്കത് കൊടുക്കാൻ പറ്റില്ല. ഇനി നമ്മൾ സിയിൽ എന്താ തെറ്റ്, ഐ ആസ്ക്ഡ് ഹിം ഇഫ് ഹി ജോയിൻഡ്, കുഡ് ഒന്നും കൊടുത്തില്ല. അപ്പൊ തെറ്റ് കണ്ടോ. അപ്പൊ നമുക്ക് ആൻസർ ഡി എങ്ങനെയാ വരുന്നത്, ആസ്ക്ഡ് ഹിം ഇഫ് ഹി കുഡ് ജോയിൻ ദ ടീം ഓൺ ദാറ്റ് ഡേ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ച് എപ്പോഴും നമുക്കൊരു ഹോട്ട് ഏരിയ ആണ് കേട്ടോ. അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ച് കംപ്ലീറ്റ് എടുത്തൊന്ന് റിവൈസ് ചെയ്യണം എപ്പോഴും നമ്മൾ. റിപ്പോർട്ടഡ് സ്പീച്ചും പാസീവും, പാസീവ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തേ നോക്കുക, ഇഡിയം അല്ലെ. ഇഡിയംസ് ആൻഡ് ഫ്രേസസ് വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് എപ്പോഴും ഒരു തവണ കേട്ടാൽ മറന്നു പോവാത്ത കൈൻഡ് ഓഫ് സാധനങ്ങളാണ് നമ്മുടെ വൊക്കാബുലറി സൈഡിൽ വരുന്നത്. അപ്പൊ വൊക്കാബുലറി ആസ് വെൽ ആസ് ഗ്രാമർ ആണ്. ഇപ്പോഴത്തെ പരീക്ഷകൾക്കൊക്കെ ക്ലിയർ കട്ട് പകുതിയാണ് അല്ലെ. അപ്പൊ വൊക്കാബുലറിക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങൾ ഗ്രാമർ മാത്രം ഇങ്ങനെ പഠിച്ചു പോകരുത്. ചൂസ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ബ്ലൂ ബ്ലഡ്. ബ്ലൂ ബ്ലഡ് എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ, ആൻ അരിസ്റ്റോക്രാറ്റ്, അതായത് നോബിൾ ബർത്ത്, ഉന്നത തലത്തിലുള്ള ആൾക്കാർ, അതാണ് എന്ത്, ബ്ലൂ ബ്ലഡ്. ഓക്കെ, ആൻ അരിസ്റ്റോക്രാറ്റ്. ഒരു 3 ഇഡിയം പഠിച്ചോ. ബ്രേക്ക് എ ലെഗ്, ഒരു സൂപ്പർസ്റ്റീഷ്യസ് വേ ഓഫ് സെയിങ് ഗുഡ് ലക്ക് ആണ്. ഗുഡ് ലക്ക് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു വഴിയാണ് ബ്രേക്ക് എ ലെഗ്. ഒരാൾ ഒരു ഉദ്യമത്തിന് പോകുമ്പോൾ നമുക്ക് പറയാം പോയി പൊളിച്ചു എന്ന് പറയാൻ വേണ്ടി ബ്രേക്ക് എ ലെഗ്. ഓക്കെ, ഇനി ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസൈഡ് ടു ഡു സംതിങ് ഡിഫിക്കൽട്ട് ഓർ അൺപ്ലസന്റ്. ബുള്ളറ്റ് ബൈറ്റ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ബൈറ്റ് ദ ബുള്ളറ്റ്. ഡിസൈഡ് ടു ഡു സംതിങ് ഡിഫിക്കൽട്ട് ഓർ അൺപ്ലസന്റ്. ഇനി ബീറ്റ് എ ഡെഡ് ഹോഴ്സ്. ചത്ത കുതിരേനെ വീണ്ടും പോയി ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, കഴിഞ്ഞു പോയൊരു കാര്യത്തെ ചൊല്ലി വീണ്ടും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കുക. ടു വേസ്റ്റ് ടൈം ആൻഡ് എനർജി ഓൺ എ മാറ്റർ ദാറ്റ് ഇസ് ഓൾറെഡി ഡിസൈഡഡ് ആണ്, അല്ലെങ്കിൽ സെറ്റിൽഡ് ആണ്, അല്ലെങ്കിൽ ഹോപ്പ്ലെസ് ആണ്. അപ്പം കഴിഞ്ഞു പോയൊരു കാര്യം, അല്ലെങ്കിൽ ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഓൾറെഡി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു കാര്യം, അതിന്റെ മേലെ വീണ്ടും നമ്മുടെ ടൈമും എനർജിയും വേസ്റ്റ് ചെയ്യുന്നതിനാണ് ബീറ്റ് എ ഡെഡ് ഹോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു 3 ഇഡിയം പഠിച്ചു വെച്ചോ. അഥവാ ബിരിയാണി കിട്ടിയാലോ, അഥവാ വിഷയം വന്നാലോ അല്ലെ. ഇനി ഇഫ് ക്ലോസ് ഞാൻ വീണ്ടും പറയണ്ടല്ലോ. ഇപ്പം തത്തേനെ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ചു തന്നതല്ലേ നമ്മുടെ ഇഫ് ക്ലോസ്. ഇത് നിങ്ങൾ പറയൂലേ, ഇഫ് ഐ ഹാഡ് നോൺ യു വർ ഇൻ ഹോസ്പിറ്റൽ. ഇഫ് ഐ ഹാഡ് നോൺ, എനിക്ക് അറിയായിരുന്നെങ്കിൽ യു വർ ഇൻ ഹോസ്പിറ്റൽ, ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, നിങ്ങളെ വിസിറ്റ് ചെയ്യുമായിരുന്നു. ഹാഡ് നോൺ അല്ലേ, അപ്പൊ എന്ത് കൊടുക്കണം നമുക്ക്, വുഡ്, ഷുഡ്, കുഡ്, ഏതെങ്കിലും ഒന്ന് പ്ലസ് ഹാവ് പ്ലസ് V3. ഏതാ സ്ട്രക്ചർ, വുഡ് ഹാവ് വിസിറ്റഡ്. ഇവിടെ വുഡ് ഹാവ് വിസിറ്റേ ഉള്ളത്, പറ്റൂല. ഇതല്ല. കിട്ടുന്നുണ്ടോ? ഇനി ഇഫ് ക്ലോസ് വന്നാൽ തെറ്റിക്കരുത്. നമ്മൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചതാ. ഓക്കെ, അടുത്തത് റിപ്പോർട്ട് ദ ഫോളോയിങ് സെന്റൻസ്. റിപ്പോർട്ടഡ് സ്പീച്ചാ. അപ്പൊ എങ്ങനെയാ ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നത്? ഡോണ്ട് ടച്ച് മീ ഹി സെഡ് ടു ഹെർ. ഡോണ്ട് ടച്ച് മീ. ഒന്നുമില്ല, ഈ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഡോണ്ട് വന്നു കഴിഞ്ഞാൽ കാര്യം വളരെ എളുപ്പമാണ്. ഡോണ്ട് വന്നാൽ നോട്ട് ടു കൊടുക്കണം. നോട്ട് ടു ടച്ച്. അപ്പൊ നോക്കാം നമുക്ക്. ഹി ടോൾഡ് ഹെർ നോട്ട് ടു ടച്ച് ഹിം. ഇവിടെ ബാക്കി ഒന്നിലും കണ്ടോ നോട്ട് ടു ഇല്ല.
ഡോണ്ട് എന്നൊക്കെ തന്നെ തന്നിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങളുടെ ഹിന്റാ. ഡോണ്ട് വന്നു കഴിഞ്ഞാൽ നോട്ട് ടു ഉണ്ടാവും റിപ്പോർട്ടഡ് സ്പീച്ചിൽ. ഈസി ആയിട്ട് കിട്ടണം. ഹി ടോൾഡ് ഹെർ നോട്ട് ടു ടച്ച് ഹിം. ആദ്യം കണ്ണോടിച്ചു പോവുക നോട്ട് ടു ഉള്ള ഓപ്ഷൻ ഏത്. ചിലപ്പോൾ 2 ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ രണ്ടിനെ ഒന്ന് നോക്കുക, എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടോ. നോട്ട് ടു കഴിഞ്ഞിട്ട് ടച്ച് തന്നെയല്ലേ കൊടുത്തത്. ഓക്കെ. The thunder gradually dash and its rumbling is heard far away beyond the village. തണ്ടർ കുറഞ്ഞു എന്നായിരിക്കണം. ഇപ്പൊ അതിന്റെ റംപ്ലിംഗ് വളരെ ദൂരെയാണ് കേൾക്കുന്നത്. അപ്പം ഗ്രാജുവലി കുറഞ്ഞു എന്ന് എങ്ങനെയാ പറയാ, അബേറ്റ് അല്ലെ. അപ്പം തണ്ടർ സിംഗുലർ അല്ലേ, അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, ഡസ് ഫോം, അബേറ്റ്സ്. തണ്ടർ ഗ്രാജുവലി അബേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ് ആവുക എന്ന അർത്ഥം. ഇനി ഈ റോട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ, റോട്ടന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു അഡ്ജക്റ്റീവാ, സ്റ്റൗട്ട്, ഫാറ്റ് എന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. അപ്പം തണ്ടർ ഗ്രാജുവലി അബേറ്റ്സ്. Identify the antonym of the underlined word. Antonym. The company made an enormous profit last year. Enormous profit. Enormous എന്ന് പറഞ്ഞാൽ എന്താ, ഇതില് 3 അതിന്റെ സിനോണിംസ് ആട്ടോ. മാസീവ്, കൊലോസൽ, ഇമ്മൻസ്, ഇതൊക്കെ സിനോണിംസ് ആണ് അതിന്റെ. അപ്പൊ നമുക്ക് എനോർമസ് എന്ന് പറഞ്ഞാൽ മാസീവ് അല്ലെങ്കിൽ ഇമ്മൻസ് അല്ലെങ്കിൽ കൊലോസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വലിയ സൈസ്, അതിനാണ് എന്ത് പറയുന്നത്, എനോർമസ് എന്ന് പറയുന്നത് അല്ലെ. സോ മാസീവ് അതിന്റെ സിനോണിമ, കൊലോസൽ, ഇമ്മൻസ്, ജൈജാന്റിക് ഒക്കെ പറയാ വേണമെങ്കിൽ. ഓക്കെ. ഇനി അതിന്റെ ആന്റണിം വരേണ്ടത് എക്സ്ട്രീംലി സ്മോൾ എന്ന് പറയുന്ന അർത്ഥത്തിലായിരിക്കുമല്ലോ, ആവണ്ടേ. അപ്പം ആന്റണിം എന്തായിരിക്കും, ഡിമിന്യൂട്ടീവ് ആണ്. ഡിമിന്യൂട്ടീവ് എന്ന വാക്കിന്റെ അർത്ഥം എക്സ്ട്രീംലി സ്മോൾ എന്നാണ്. ഡിമിന്യൂട്ടീവ് എന്ന വാക്കിന്റെ അർത്ഥം എക്സ്ട്രീംലി സ്മോൾ എന്നാണ്. അടുത്തത് ഐഡന്റിഫൈ ദ അഫർമേറ്റീവ് സെന്റൻസ്. ഞാൻ ആ ഇംപറേറ്റീവിന്റെ ക്വസ്റ്റ്യനിൽ നിങ്ങളോട് പറഞ്ഞു ഓർക്കുന്നുണ്ടോ, അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്റെ അണ്ടറിൽ വരുന്ന 2 ആൾക്കാരാണ് അഫർമേറ്റീവും നെഗറ്റീവും. അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ്, അതിന്റെ അണ്ടറിൽ വരുന്നത് അഫർമേറ്റീവ്, നെഗറ്റീവ്. അഫർമേറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെന്റൻസാ, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വേർഡ്സ് ഉണ്ടാവും. അപ്പൊ ഇതില് നെഗറ്റീവ് വേർഡ്സ് ഉള്ളതൊക്കെ നെഗറ്റീവാ, അല്ലാത്ത നമുക്ക് അഫർമേറ്റീവ് എന്ന് പറയാം. ആദ്യത്തെ ഇത് നോക്കുക, there is hardly anything good. hardly നെഗറ്റീവ് വേർഡാ, അപ്പൊ ഇത് നെഗറ്റീവ് സെന്റൻസാ. there are few snakes in the garden. few നെഗറ്റീവ് വേർഡാ, ഇത് നെഗറ്റീവ് സെന്റൻസാ. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ആവും, ഫ്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവാ. he had scarcely enough money. scarcely നെഗറ്റീവ് വേർഡാ, ഇത് നെഗറ്റീവാ. so the answer is the boys do daring task. അഡ്വഞ്ചറസ് ആയിട്ടുള്ള ടാസ്ക് ചെയ്തു എന്ന് അല്ലെ. ക്ലിയർ ആണ്. അപ്പൊ ഹാർഡ്ലി, ഫ്യൂ, സ്കെയർസ്ലി എന്നൊക്കെ പറയുന്നത് നെഗറ്റീവ് വേർഡ്സ് ആണെന്നുള്ള ഒരു കാര്യം ഓർത്തു വെക്കാം. ഇനി നോബഡി നോസ് ദ ആൻസർ. നോബഡി നോസ് ദ ആൻസർ ഇതിന്റെ ടാഗ് ആണ് ക്വസ്റ്റ്യൻ ടാഗ്. കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിനൊക്കെ 2 ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് ചോദിച്ചത്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് അത്രയധികം ഇമ്പോർട്ടന്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ടാഗ് അറിയാൻ വേണ്ടി നമുക്ക് വേണ്ടത് 2 സാധനങ്ങളാണ്. ഒന്ന് സബ്ജക്ട്, നോബഡി. നോബഡി വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് ദേ വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി നമ്മുടെ വേർബ് നോസ്. ഈ നോസിനെ സ്പ്ലിറ്റ് ചെയ്താ എന്ത് കിട്ടും, നോ പ്ലസ് ഡസ് കിട്ടും അല്ലെ. നോ പ്ലസ് ഡസ് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആൻസർ ഡസ് ദേ എന്ന് അങ്ങോട്ട് എഴുതും. പക്ഷെ ഒരു കാര്യമുണ്ട്, ദേന്റെ കൂടെ ഒരിക്കലും ഡസ് യൂസ് ചെയ്യാൻ പാടില്ല. ദേ ആണെങ്കിൽ അപ്പുറത്ത് നമ്മൾ ഡൂയെ യൂസ് ചെയ്യാൻ പാടുള്ളൂ, കാരണം ദേ പ്ലൂരലാ. നമ്മൾ വേർബിനെ സ്പ്ലിറ്റ് ചെയ്താൽ ഡസ് കിട്ടുമെങ്കിലും ഇവിടെ നോട്ട് ചെയ്യേണ്ടത് അലേർട്ട് ആണ് അല്ലെ. അലേർട്ട് ആയിട്ട് ഇരിക്കേണ്ട ഒരു കാര്യം എന്താ, ദേയുടെ കൂടെ ഡൂയെ ഉപയോഗിക്കുള്ളൂ. ഓക്കെ. അപ്പൊ എന്താ കൊടുക്കേണ്ടത്, ഡൂ ദേ. കാരണം സെന്റൻസ് നെഗറ്റീവ് അല്ലേ, നോബഡി തന്നിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ടാഗ് പോസിറ്റീവ് ആവണ്ടേ. ആൻസർ എന്താ വരുന്നത്, ഡൂ ദേ. ഡൂ ദേ. ഓക്കെ ആണോ? അടുത്ത നോക്കി, ചൂസ് ദ കറക്റ്റ് വേർഡ്. സൈമിൾട്ടാനിയസിന്റെ സ്പെല്ലിംഗ്. ആദ്യം നമുക്കറിയാവുന്ന ഒറിജിനൽ സ്പെല്ലിംഗ് ആ സൈഡിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി നോക്കുക, എന്നിട്ട് മാച്ച് ചെയ്യുക. ഇതിങ്ങനെ ഓപ്ഷൻ എയും ബിയും സിയും ഡിയും നോക്കിക്കഴിഞ്ഞാൽ അതും സൈമിൾട്ടാനിയസ് ആണ്, ഇതും സൈമിൾട്ടാനിയസ് ആണ്. അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് വരും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് വരരുത്. ദ ആൻസർ ഈസ് SIMULTANEOUS, സൈമിൾട്ടാനിയസ്. അപ്പം ഈ സ്പെൽ ചെക്ക് ഇപ്പോഴത്തെ പരീക്ഷകളില് 1ഉം 2ഉം ചോദ്യങ്ങളൊക്കെയാ സ്പെൽ ചെക്ക് എന്ന് വരുന്നത്. 2ഉം 3ഉം ഒക്കെ വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാറുണ്ട്. ചിലപ്പം ഏതെങ്കിലും ഒരു എറർ
ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, ചിലപ്പം പ്ലൂറൽ ഒക്കെ ആക്കുമ്പോൾ ഉള്ള ചെറിയ ചില സ്പെല്ലിംഗ് എറേഴ്സ് ഒക്കെ ആയിരിക്കാറുണ്ട്. സോ ഇപ്പൊ നമുക്ക് ഈ സ്പെൽ ചെക്ക് അത്രയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കണം സ്പെൽ ചെക്ക് കേട്ടോ. സോ എ പേഴ്സൺ ഹൂ സ്റ്റഡി സ്റ്റാർസ് ആൻഡ് ദ യൂണിവേഴ്സ്. അടുത്തൊരു ക്വസ്റ്റ്യനാ. സ്റ്റാർസിനെ കുറിച്ചും യൂണിവേഴ്സിനെ കുറിച്ചും പഠിക്കുന്ന ആളെ എന്താ വിളിക്കുക? ആസ്ട്രോണമർ. എന്താ വിളിക്കുക? ആസ്ട്രോണമർ. എ പേഴ്സൺ ഹൂ സ്റ്റഡീസ് സ്റ്റാർസ് ആൻഡ് ദ യൂണിവേഴ്സ് ആസ്ട്രോണമർ ആണ്. ഓക്കെ, ആസ്ട്രോണമർ. ഇനി നമുക്ക് ബാക്കി വേർഡ്സിനെയൊക്കെ ഒന്ന് നോക്കി വെക്കാം. ആസ്ട്രോനോട്ട് എന്ന് പറഞ്ഞാൽ ആരാ? An astronaut is a person trained to travel in spacecraft. സ്പേസ്ക്രാഫ്റ്റിൽ പോകാൻ വേണ്ടി, അതിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് കിട്ടിയ ആള്. ബട്ട് ഡിഫറെന്റ് കൺട്രീസ് യൂസ് ഡിഫറെന്റ് ടേംസ്. ഓരോ കൺട്രീസിന്റെയും സ്പേസ് ക്രാഫ്റ്റിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെ അവര് വേറെ വേറെ പേരിട്ടാ വിളിക്കുന്നത്. അമേരിക്കൻസ് അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സ് വിളിക്കും ആസ്ട്രോനോട്ട് എന്ന് തന്നെ. റഷ്യൻസ് വിളിക്കും കോസ്മനോട്ട്. ചൈനീസ് വിളിക്കും തൈക്കനോട്ട്. ഇതൊക്കെ ചോദിക്കാറുണ്ട്, പഠിച്ചു വെക്കണം കേട്ടോ. അപ്പം സ്പേസ് ക്രാഫ്റ്റിൽ പോകാൻ വേണ്ടി, ട്രാവൽ ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് കിട്ടിയ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ആസ്ട്രോനോട്ട്. അമേരിക്കൻസ് അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സ് അവരെ ആസ്ട്രോനോട്ട് എന്ന് വിളിക്കുമ്പോൾ റഷ്യൻസ് അവരെ കോസ്മനോട്ട് എന്നും ചൈനീസ് അവരെ തൈക്കനോട്ട് എന്നുമാണ് വിളിക്കുന്നത്. ഇനി അടുത്തത് ആസ്ട്രോളജിസ്റ്റ്. ആരാ ഇയാള്? എ പേഴ്സൺ ഹു യൂസസ് ആസ്ട്രോളജി ടു ടെൽ അതേഴ്സ് അബൌട്ട് ദിയർ ക്യാരക്ടർ ഓർ ടു പ്രെഡിക്ട് ദിയർ ഫ്യൂച്ചർ. അതായത് നമ്മുടെ ക്യാരക്ടറും ഭാവിയും ഒക്കെ പ്രവചിക്കുന്ന ആൾക്കാര്, അല്ലെ? ഭൂതത്തിൽ ഭാവി ഉണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അപ്പം ആസ്ട്രോളജി യൂസ് ചെയ്ത് അതേഴ്സിന്റെ കാര്യങ്ങൾ, മറ്റുള്ളവരുടെ കാര്യങ്ങൾ, ക്യാരക്ടറിനെ ഒക്കെ പ്രഡിക്ട് ചെയ്യുന്ന, ഇന്ന ആള് ഇന്ന ദിവസം നിങ്ങളെ കല്യാണം കഴിക്കും എന്നൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് നമ്മളിപ്പം പല പല പരസ്യങ്ങളിലൊക്കെ കേൾക്കുന്നുണ്ട്, അല്ലെ? അതാണ് ആസ്ട്രോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ. സോ ഇനി ഇത് നിങ്ങളെ തെറ്റിക്കാൻ ഇങ്ങനെ ഒരാളൊന്നുമില്ല. ആസ്ട്രോണോജിസ്റ്റ് തെറ്റിക്കാൻ വേണ്ടി തന്നിരിക്കുന്നത് അതില്ല. അടുത്തത് ഫ്യൂ പീപ്പിൾ അണ്ടർസ്റ്റുഡ്. അഗെയിൻ ടാഗ്, ക്വസ്റ്റ്യൻ ടാഗ്. അപ്പം നമുക്കറിയാം ഫ്യൂ പീപ്പിൾ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ദേ ആയിരിക്കണം ടാഗ്, അല്ലെ? ഇനി ഫ്യൂ പീപ്പിൾ ആണ് അണ്ടർസ്റ്റാൻഡ് അല്ല, അണ്ടർസ്റ്റുഡ് അല്ലെ? അണ്ടർസ്റ്റുഡ്. ഇപ്പൊ അണ്ടർസ്റ്റുഡിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ കിട്ടും? ഡിഡ് പ്ലസ് അണ്ടർസ്റ്റാൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അണ്ടർസ്റ്റുഡിനെ നമ്മള് കൺവേർട്ട് ചെയ്താ ഡിഡ് അണ്ടർസ്റ്റാൻഡ് എന്ന് കിട്ടും. അപ്പൊ ഡിഡിനെ പുറത്തേക്ക് എടുത്തൂടെ? ഡിഡിനെ പുറത്തേക്ക് എടുത്തൂടെ? ഇനി സെന്റൻസ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ഫ്യൂ പീപ്പിൾ, ഫ്യൂ നെഗറ്റീവ് വേർഡ് അല്ലേ? സോ ടാഗ് പോസിറ്റീവ് ആയിരിക്കണ്ടേ? അപ്പൊ നമുക്ക് ഡിഡ് എന്ന് പറഞ്ഞാൽ പോരെ? പോരെ? ഡിഡിന്റെ വേണ്ടല്ലോ. ആൻസർ എന്ത് വരുന്നു? ഡിഡ് ദേ. അപ്പം ആൻസർ എന്താ വരുന്നേ? ഡിഡ് ദേ ആണേ. ഹി ഡാഷ് ദ ഡോക്യുമെന്റ്സ് ബിഫോർ സൈനിങ്. ഹി ഡാഷ് ദ ഡോക്യുമെന്റ്സ് ബിഫോർ സൈനിങ്. സൈൻ ചെയ്യുന്നതിന് മുമ്പ് ഡോക്യുമെന്റ്സ് ഒന്ന് പരിശോധിച്ചു എന്നാവണം പറഞ്ഞിട്ടുണ്ടാവുന്നത്. സൈൻ ചെയ്യുന്നതിന്റെ മുമ്പ് ഡോക്യുമെന്റ്സ് ഒന്ന് പരിശോധിച്ചു. അപ്പൊ ഈ പരിശോധിക്കുക, എക്സാമിൻ ചെയ്യാന്നുള്ള അർത്ഥത്തില് നമ്മൾ ഉപയോഗിക്കുന്നത് ലുക്ഡ് ഓവർ ആണ്. ലുക്ഡ് ഓവർ. അപ്പൊ ഈ ലുക്കിന്റെ ഫ്രേസസ് ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ലുക്ക് ഓവർ എന്താന്ന് പറഞ്ഞു നമ്മൾ? ടു എക്സാമിൻ കെയർഫുള്ളി. കെയർഫുള്ളി എക്സാമിൻ ചെയ്യുന്നതിനാണ് ലുക്ക് ഓവർ എന്ന് പറയുന്നത്. ടു എക്സാമിൻ കെയർഫുള്ളി. ഇനി ലുക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലുക്കറ്റ് വാച്ച് ആണ്. ലുക്കറ്റ് എന്ന് പറഞ്ഞാൽ വാച്ച്. ഇനി ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ പോലീസൊക്കെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ? വാണ്ടഡ്, വാണ്ടഡ് എന്നാണ് കേട്ടോ. ഇനി ലുക്ക് ആഫ്റ്റർ എന്താ വരുന്നത്? ലുക്ക് ആഫ്റ്റർ ടേക്ക് കെയർ ഓഫ് അല്ലെങ്കിൽ പ്രൊട്ടക്ട്. നമ്മൾ നേരത്തെ ടേക്ക് ആഫ്റ്റർ പഠിച്ച് ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു? റിസംബിൾ ആയിരുന്നേ. അങ്ങനെയാണ് ലുക്ക് ആഫ്റ്റർ എന്താ? ടേക്ക് കെയർ ഓഫ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ്. രണ്ടും തമ്മിൽ മാറിപ്പോവരുത്. ഇനി ലുക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലുക്ക് ഫോർ മീനിങ്സ് ഇൻ എ ഡിക്ഷണറി. ഇമ്പോർട്ടന്റ് ചോദിക്കാറുണ്ട്. നമ്മൾ ഡിക്ഷണറിയിൽ അർത്ഥത്തിന് വേണ്ടി തപ്പുന്നതിനാണ് എന്ത് പറയുന്നത്? ലുക്കപ്പ് എന്ന് പറയുന്നത്. ലുക്ക് ഓവർ എന്താ? ടു എക്സാമിൻ കെയർഫുള്ളി. ലുക്കറ്റ് എന്താ? വാച്ച്. ലുക്ക് ഔട്ട് വാണ്ടഡ്. ലുക്ക് ആഫ്റ്റർ ടേക്ക് കെയർ ഓഫ് അല്ലെങ്കിൽ പ്രൊട്ടക്ട്. ലുക്കപ്പ് ലുക്ക് ഫോർ മീനിങ്സ് ഇൻ എ ഡിക്ഷണറി. കിട്ടുമല്ലോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സ്പെൽ ചെക്ക് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ സ്പെൽ ചെക്കിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സ്പെല്ലിങ്സ് പഠിപ്പിച്ചു തരാൻ പോവാം. 2 പേജസ് ഇത്രയേ ഉള്ളൂ. ഓവർ ഒന്നും വേണ്ട. നമുക്ക് അത്യാവശ്യം നമുക്ക് എപ്പോഴും നിരന്തരമായിട്ട് ക്വസ്റ്റ്യനിൽ കാണാവുന്ന കുറച്ച് സ്പെല്ലിങ്സാ. അപ്പൊ ഒന്ന് പറഞ്ഞുതരാം. ഒന്ന് എഴുതിയൊക്കെ പഠിച്ചെടുക്കണം കേട്ടോ.
കമ്മിറ്റി. 2 എം ഉണ്ട്, 2 ടി ഉണ്ട്, 2 ഇ ഉണ്ട്. COMMITTEE കമ്മിറ്റി. ലെഫ്റ്റനന്റ് നമ്മൾ ഇങ്ങനെയാ പഠിച്ചത് അല്ലേ? കിടക്കൂ നീ പത്ത് ഉറുമ്പേ. LIEU YOU എന്ന് എഴുതരുതേ, ചുമ്മാ യു ടൈപ്പ് ചെയ്യും. നമ്മളിങ്ങനെ ചാറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്യുന്ന യു അല്ലെ? LIEUTN 10 ഉറുമ്പേ NT. ലെഫ്റ്റനന്റ് കമ്മിറ്റി ലെഫ്റ്റനന്റ്. മെയിന്റെനൻസ് അല്ല, എല്ലാവരും തെറ്റിച്ചു പറയുന്നതാ മെയിന്റെനൻസ് എന്ന്. അങ്ങനെയല്ല, മെയിന്റനൻസ്. സ്പെല്ലിംഗ് നോക്ക, MAINTENANCE മെയിന്റനൻസ്. ഓക്കെ, മെയിന്റെനൻസ് അല്ല, മെയിന്റനൻസ്. ഇനി അടുത്ത ഒക്കറൻസ്. 2 C ഉണ്ട്, 2 R ഉണ്ട്, പിന്നെ ഒരു ENCE OCCURRENCE ഒക്കറൻസ്. ഇനി സെപ്പറേറ്റ്. ഇത് എപ്പോഴും സെപ്പറേറ്റ് എന്നും പറഞ്ഞ് നമ്മൾ എഴുതാതെ സെപ്പറേറ്റ് ആക്കി നമ്മൾ തെറ്റിക്കും. നമുക്ക് എന്താ സെപ്പറേറ്റ് ആണ് കേട്ടോ, SEPARATE സെപ്പറേറ്റ്. ഓക്കെ, സെപ്പറേറ്റ്. സെപ്പറേറ്റ് അല്ല, സെപ്പറേറ്റ്. ഇനി റിസീവ്. EI ആണ്, IE അവർ തരും, തെറ്റിക്കരുത്. EI ഇങ്ങനെയാ, RECEI VE. അക്കോമഡേഷൻ, CCM ACCOMMODATION അക്കോമഡേഷൻ. ബ്യൂറോക്രസി. നമുക്കിങ്ങനെ ബ്യൂറിയ ഉക്രസി എന്ന് പഠിക്കാം. ബ്യൂറിയ ഉക്രസി, BUREA കിട്ടുമല്ലോ. ബ്യൂറിയ BUREA. ഉക്രസി UCRACY ഉക്രസി. ഓക്കെ, അപ്പം ബ്യൂറിയ ഉക്രസി, ബ്യൂറോക്രസി. മില്ലേനിയം. 2 L ഉണ്ട്, 2 N ഉണ്ട്. PYQ ആണ് ചോദിച്ചിട്ടുണ്ട്. MILLENNIUM മില്ലേനിയം. ക്വസ്റ്റ്യനെയർ. ക്വസ്റ്റ്യന്റെ സ്പെല്ലിംഗ് അറിഞ്ഞൂടെ? ഇവിടം വരെ ക്വസ്റ്റ്യനാ, QUESTION. പിന്നെ ഒരു NAIRE. ഇവ 2 N ആവും, ക്വസ്റ്റ്യന്റെ N ഉം നെയറിന്റെ N ഉം. ക്വസ്റ്റ്യനെയർ. ഇനി നമുക്ക് എന്തുണ്ട്? അഗ്രസീവ് ഉണ്ട് അല്ലെ? AGGRESSIVE അഗ്രസീവ്. 2 G ഉണ്ട്, AGG. അതുപോലെ തന്നെ 2 S ഉണ്ട്, SS അഗ്രസീവ്. കൊലീഗ്. അവസാനം ഒരു UE ഉണ്ട് എന്ന് മാത്രം ഓർത്താൽ മതി. COLLEAGUE. GE എന്ന് തന്നാൽ അത് തെറ്റാ. കരിക്കുലം. 2 R ഉണ്ട്, CURRICULUM കരിക്കുലം. ഓക്കെ, 2 R ഉണ്ട്, ശ്രദ്ധിക്കണം. കരിക്കുലം. എംബറാസ്. 2 R ഉം 2 S ഉം, EMBARRASS എംബറാസ്. ഓക്കെ, ഫോറിൻ. ഇതില് E ബിഫോർ ഐക്ക് മുമ്പ് E വരണം, അത് ഓർത്താ മതി. അതാണ് മാറ്റുക. IE എന്ന് കൊടുക്കരുത്, EI ആണ് ഫോറിൻ. ഓക്കെ, ഫോറിൻ. EI ആണ്. ഇത് നോക്കിയേ, EI ആണ്, EI ആണ്, ശ്രദ്ധിക്കണം. ഇനി ഗ്രാമർ. എപ്പോഴും ആൾക്കാർ തെറ്റിക്കുന്ന ഒരു പരിപാടിയാ ഇങ്ങനെ, ഗ്രാമർ. ഇതല്ല, ഗ്രാമർ ഗ്രാമർ. ഹ്യൂമറസ്. HUMOROUS. ജ്വല്ലറി. 2 L ഉണ്ട്, JE. ജ്വൽ എന്ന് എഴുതുക, JEWEL LERY ജ്വല്ലറി. നോളജ്. DGE ഉണ്ട്, വെറും GE അല്ല, KNOWLEDGE. നെസസറി. NECESSARY. ഒരു C ഉള്ളൂ, NECE. 2 S SSARY. പാരലൽ. 2 L പിന്നെ ഒരു EL അല്ലെ? PARA പാരാന്ന് എഴുതാം. എന്നിട്ട് 2 L പിന്നെ ഒരു EL, LLEL. പാരാ LLEL പാരലൽ. പ്രിവിലേജ്. എപ്പോഴും ചോദിക്കുന്നതാണ്, എല്ലാവരും തെറ്റിക്കുന്നതാണ്. ഈ ഐന്റെയും ഈന്റെയും ഓർഡർ ഇങ്ങനെ അങ്ങ് പഠിച്ചോ. IIEE പ്രിവിലേജ്. PRIVILEGE പ്രിവിലേജ്. PRIVILEGE IIEE. ഓക്കെ, റെസ്റ്റോറന്റ്. TAU ഉണ്ട് കേട്ടോ, കണ്ടോ? RESTAURANT റെസ്റ്റോറന്റ്. ഓക്കെ, റെസ്റ്റോറന്റ്. ഇനി വാക്യൂം. ഒരു CA ഉള്ളൂ, 2 U ഉണ്ട്, VACUUM വാക്യൂം. ഓക്കെ, അപ്പൊ വീണ്ടും പറയുന്നില്ല, ഒന്നും കൂടെ കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പം നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സ്പെൽ ചെക്കുകളാണ് പഠിക്കാനുള്ള. ചെറിയ
ട്രിക്കുകളുമാണ് പറഞ്ഞു തന്നത്. ഓർത്തെടുത്ത് പഠിച്ചു വെക്കുക, കൃത്യമായി നോട്ട്സിലേക്ക് എഴുതി വെക്കുക, പഠിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. Which word given as options means exactly the same as the one in bold in the following sentence? നോക്ക്, ഇതില് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസില് അവര് ബോൾഡ് ചെയ്തിരിക്കുന്നതിന്റെ സിനോണിം ഏതാന്നാ ചോദിച്ചത് അല്ലെ. വലിയ 2 സെന്റൻസിലാക്കി ചോദിച്ചിരിക്കുന്നത് അതാ. Which word given as options means exactly the same as the one in bold in the following sentence? To go abroad was the most frivolous decision taken by her. എന്താ ഈ ഫ്രിവോലസ് എന്ന് പറഞ്ഞാല്? സില്ലി എന്നാട്ടോ. ഫ്രിവോലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വരുന്നത് സില്ലി എന്നാ. ഫ്രിവോലസ് എന്താണ്? സില്ലി എന്നാണ്. ഫ്രിവോലസ്, സില്ലി. ഓക്കെ. അപ്പം ഈ സില്ലിക്ക് നമ്മള് ട്രിവിയൽ എന്ന് പറയുന്ന ഒരു വേർഡൊക്കെ അപ്പം നമ്മള് ആപ്പിലെ ക്ലാസ്സസിലൊക്കെ ഇത് ഇഷ്ടംപോലെ തവണ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാ അല്ലെ. PYQs അതിന്റെ വൊക്കാബ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? നമ്മള് PYQs എടുക്കുന്നു, അതിലെ 4 ഓപ്ഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ആ 4 ഓപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് കേരള PSC ചോദിച്ചിട്ടുള്ള ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസിലെ എല്ലാ സിനോണിംസും ആന്റണിംസും അതിന്റെ കൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം PYQs ബേസ് ചെയ്തിട്ട് സിനോണിംസും ആന്റണിംസും പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൺവീനിയന്റാ. നമുക്കൊരു 90% അവിടുന്ന് തന്നെ കിട്ടും. നമ്മൾ A മുതൽ Z വരെയുള്ളത് ഇരുന്ന് കുത്തി പഠിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അത് റാങ്ക് മേക്കിംഗ് പോലെയാണ്. അതെന്തായാലും ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ നമ്മൾ PYQs ബേസ് ചെയ്തിട്ട് പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടെ അത് നമുക്ക് പെട്ടെന്ന് സ്കോർ കയറുന്നത്. സോ ആ ഒരു രീതിയിലാണ് നമ്മൾ ആപ്പിലെ ക്ലാസ്സസ് ഒക്കെ ഫോളോ ചെയ്യുന്നത്. സോ അപ്പൊ അവിടെ അന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളതാണ് ഫ്രിവോലസ്. ഓക്കെ, ഫ്രിവോലസ്. സോ സില്ലി അല്ലെങ്കിൽ ട്രിവിയൽ എന്നാണ് അർത്ഥം വരുന്നത്. ഫ്രിവോലസിന്റെ അർത്ഥം വരുന്നത് സില്ലി അല്ലെങ്കിൽ ട്രിവിയൽ എന്നാണ്. ഇനി ആന്റണിം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സീരിയസ് എന്നൊക്കെ പറയാം. സീരിയസ്. അപ്പൊ സില്ലി ട്രിവിയലിന്റെ ആന്റണിം വരെ ട്രിവിയൽ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോ നമ്മൾ കൃത്യമായിട്ടും PYQs ഫോളോ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സിനോണിംസ് ആന്റണിംസ് ഒന്നും ബുദ്ധിമുട്ടില്ലാതെ അതിന്റെ 4 ഓപ്ഷൻസും കൂടെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച സിനോണിംസ് എന്തൊക്കെ, ആന്റണിംസ് എന്തൊക്കെ, അങ്ങനെ പോയാൽ നമുക്ക് ഈ സിനോണിംസ് ആന്റണിംസ് ഒന്നും വലിയ ബുദ്ധിമുട്ടാവില്ല. ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യാറ് നോർമലി. ഓക്കെ, ഇനി ടാക്ട്ഫുൾ എന്താ? ടാക്ട്ഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിൽഡ് എന്നാണ്. അതായത് നോർമലി ഒരു ഏത് സിറ്റുവേഷൻ ആണെങ്കിലും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ്, അതാണ് ഈ ടാക്ട്ഫുളിന്റെ അർത്ഥം. സ്കിൽഡ് അറ്റ് ഹാൻഡ്ലിങ് ഓൾ സിറ്റുവേഷൻസ്, അതാണ് അതിന്റെ എക്സാക്ട് മീനിങ്. സ്കിൽഡ് ആണ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് ഫ്രിവോലസ് അല്ലെ. ഈ ഫ്രിവോലസ് എന്ന് പറയുന്ന ഒരു വേർഡ് പഠിച്ചു വെച്ചോ. ഫ്രിവോലസിന്റെ സിനോണിം സില്ലി ആണ് അല്ലെങ്കിൽ ട്രിവിയൽ ആണ്. ആന്റണിം നമുക്ക് എന്ത് പറയാം? സീരിയസ് എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് അതിന് ആന്റണിം ആയിട്ടും പറയാം. സോ നമ്മൾ ഇന്നത്തെ ഒരു റിവിഷൻ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ, കുറെ PYQs നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മൾ കുറെ സ്പെൽ ചെക്കും പാസീവ് വോയിസ് കംപ്ലീറ്റും പിന്നെ ഒരുപാട് അനുബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സിനോണിംസ് ഒക്കെ അല്ലെ. സോ സെഷൻ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും സെഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങളുടെ കമന്റ്സ് ആണ് നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് സെഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മറ്റൊരു ചോദ്യ പേപ്പറുമായിട്ടാണ്. പരീക്ഷ അടുത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനപ്പെടും എന്ന വിശ്വാസത്തോടു കൂടി മുൻകാല ചോദ്യ പേപ്പറുകളും മുൻകാല ചോദ്യങ്ങളും അതുപോലെ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയ മാതൃകാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ സെഷൻ. ഏവർക്കും സ്വാഗതം മാതൃകാ ചോദ്യ പേപ്പറിലേക്ക്. ഇന്ന് ഒരു പ്രത്യേകതയുള്ളത്, ചോദ്യവും അതിന്റെ ഉത്തരവുമാണ് ആദ്യം പറഞ്ഞു പോകുന്നത്. അതിനുശേഷമാണ് വിശദാംശങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും കടക്കുന്നത്. അപ്പോൾ ഒരു കടലാസും പേനയുമായി നിങ്ങൾ തയ്യാറായി നിൽക്കുകയാണെങ്കിൽ ഓരോ ചോദ്യത്തിന്റെ ഉത്തരവും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം മൊത്തത്തിൽ എത്ര മാർക്ക് നമുക്ക് മലയാളത്തിന് നേടാൻ സാധിച്ചു എന്ന് മനസ്സിലാക്കാനും കൂടുതൽ സമയം മലയാളത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ടോ എന്ന് സ്വയം തിരിച്ചറിയാനും ഈ ഒരു സെഷൻ നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആദ്യം ചോദ്യവും പിന്നീട് ഉത്തരവും, എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം കണ്ടെത്തിയതിനു ശേഷം മാത്രമായിരിക്കും വിശദാംശങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും കടക്കുക.
കാര്യത്തിലേക്ക് കടക്കുന്നു. ഒന്നാമത്തെ ചോദ്യം വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. താഴെ നൽകിയ വാക്യങ്ങളിൽ ശരിയായവ ഏതെല്ലാം? 1. കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെ വ്യർത്ഥമാണ്. 2. കരുണയില്ലാത്ത പെരുമാറ്റം വ്യർത്ഥമാണ്. 3. കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെയാണ്. 4. കരുണയില്ലാത്ത വെറുതെയുള്ള പെരുമാറ്റം വ്യർത്ഥമാണ്. ഇതിൽ ശരിയായ വാക്യങ്ങൾ ഏതെല്ലാം എന്ന് തിരിച്ചറിയുക. കിട്ടിയോ? ഏതൊക്കെയാണ് ശരിയായ വാക്യങ്ങൾ എന്ന് കിട്ടിയോ? എല്ലാം ശരിയാണ്. 2, 3 എന്നിവ ശരി, 1, 4 എന്നിവ ശരി, എല്ലാം തെറ്റാണ്. ഏതാണ് ശരിയായ ഉത്തരം? പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2, 3 എന്നീ വാക്യങ്ങൾ മാത്രമാണ് ശരിയായിട്ടുള്ള വാക്യങ്ങൾ, ബാക്കി തെറ്റാണ്. എന്താണ് കാരണം? എന്തുകൊണ്ടാണ് അവ തെറ്റിയത്? തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: തെറ്റില്ലാത്ത പദങ്ങൾ ഏതെല്ലാം? 1. കുട്ടിത്വം. 2. ക്രീഡ. 3. കാഠിന്യം. 4. കണ്ടുപിടുത്തം. ഇതിൽ ഏതൊക്കെയാണ് തെറ്റില്ലാത്ത പദങ്ങൾ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 1, 4 എന്നിവ. ഓപ്ഷൻ ബി എല്ലാം ശരിയാണ്. ഓപ്ഷൻ സി 2, 3 എന്നിവ. ഓപ്ഷൻ ഡി എല്ലാം തെറ്റാണ്. ഏതാണ് ശരിയായ ഉത്തരം? ഉത്തരം ഞാൻ പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 3 മാത്രമാണ് ശരിയായ പദങ്ങൾ. 1നും 4നും തെറ്റുണ്ട്. എന്തൊക്കെയാണ് തെറ്റുകൾ എന്ന് വഴിയെ പറയാം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചലച്ചിത്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ യോജിക്കുന്നത് ഏതൊക്കെയാണ്? 1. ചലത് അധികം ചിത്രം. 2. ചല അധികം ചിത്രം. 3. ചലനം അധികം ചിത്രം. 4. ചല അധികം ചിത്രം. ഏതാണ് ശരിയായത്? ചലച്ചിത്രം എന്ന വാക്ക് എങ്ങനെ പിരിച്ചെഴുതാം? ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ബി 1 മാത്രം. ഓപ്ഷൻ സി 3, 4 എന്നിവ. ഓപ്ഷൻ ഡി 4 മാത്രം. ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം പറയാൻ പോകുന്നു. ഓപ്ഷൻ ബി ആണ്. 1 മാത്രമേ ഇതിൽ ശരിയുള്ളൂ, ബാക്കി 3 ഓപ്ഷനുകളും തെറ്റാണ്. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: തിന്നത് തീരും കൊടുത്തത് തീരില്ല എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്താണ്? 1. തീറ്റയുടെ മാഹാത്മ്യമാണ്. 2. ദാനത്തിന്റെ മാഹാത്മ്യമാണ്. 3. തിന്നുന്നത് കൊടുക്കണമെന്നാണ്. 4. തീറ്റയും കൊടുക്കലും വെറുതെയാണ്. ഏതാണ് ശരിയായ ഉത്തരം? തിന്നത് തീരും കൊടുത്തത് തീരില്ല എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? 1 മാത്രം ശരി, 2 മാത്രം ശരി, എല്ലാം ശരി, ഒന്നും ശരിയല്ല. ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ഇതിൽ ശരി. ദാനത്തിന്റെ മാഹാത്മ്യമാണ് ഇതിൽ നിന്നും വായിച്ചെടുക്കാനാവുക. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തവയിൽ കഠിനം എന്ന പദത്തിന് വിപരീതമായി വരാവുന്നവ ഏതൊക്കെയാണ്? 1. ലളിതം. 2. മൃദു. 3. കർക്കശം. 4. ദൃഢം. ഇതിൽ കഠിനം എന്ന വാക്കിന്റെ വിപരീതമായി പരിഗണിക്കാവുന്ന വാക്കുകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ 1, 2 എന്നിവ. ഓപ്ഷൻ ബി 3, 4 എന്നിവ. ഓപ്ഷൻ സി 4 മാത്രം. ഓപ്ഷൻ ഡി എല്ലാം. ഏതാ ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ലളിതവും മൃദുവും മാത്രമാണ് കഠിനത്തിന്റെ വിപരീതമായിട്ട് പരിഗണിക്കാവുന്നത്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കടലിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? 1. പാരാവാരം. 2. അർണവം. 3. ആഴി. 4. നിമ്നക. ഇതിൽ ഏതാണ് കടലിന്റെ പര്യായം അല്ലാത്തത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ 1 മാത്രം. ഓപ്ഷൻ ബി 2 മാത്രം. ഓപ്ഷൻ സി എല്ലാം. ഓപ്ഷൻ ഡി 4 മാത്രം. കടലിന്റെ പര്യായം അല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം കിട്ടിയോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നിമ്നക മാത്രമാണ് കടലിന്റെ പര്യായം അല്ലാത്തത്, ബാക്കി 3ഉം കടലിന്റെ പര്യായ പദങ്ങളാണ്. കിട്ടിയല്ലോ. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ടിറ്റ് ഫോർ ടാറ്റ് എന്നതിന് കൊടുക്കാവുന്ന മലയാള ശൈലികൾ ഏതെല്ലാം? 1. ഉരുളക്കുപ്പേരി. 2. പകരത്തിനു പകരം. 3. ആവശ്യത്തിനു വേണ്ടി. 4. ഇതൊന്നുമല്ല. ഏതാ ശരിയായ ഉത്തരം? 1, 2 എന്നിവ, 3, 4 എന്നിവ.
എല്ലാം ശരി, ഒന്നും ശരിയല്ല. ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2 എന്നിവയാണ്. ഉരുളക്കുപ്പേരിയും പകരത്തിന് പകരവുമാണ് ടിറ്റ് ഫോർ ടാറ്റിന്റെ പരിഭാഷയായിട്ട് പരിഗണിക്കാവുന്നത്. അടുത്തത് 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഗൃഹി എന്ന പദത്തിന്റെ സ്ത്രീലിംഗമായി വരാവുന്നവ ഏതൊക്കെയാണ്? 1 ഗൃഹിണി, 2 ഗൃഹ്യ, 3 ഗൃഹ്യക, 4 ഗൃഹീത. ഇതിൽ ഗൃഹി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം അപ്പൊ തന്നെ പലർക്കും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാകും അല്ലെ? ഗൃഹി എന്നുള്ളത് പുല്ലിംഗ പദമാണോ? തീർച്ചയായും ഗൃഹി എന്നുള്ളത് പുല്ലിംഗ പദം തന്നെയാണ്, സ്ത്രീലിംഗ പദമാണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഗൃഹിയുടെ സ്ത്രീലിംഗമായി വരാവുന്നവ ഏതൊക്കെ എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2, 3 എന്നിവ, ഓപ്ഷൻ സി 4 മാത്രം, ഓപ്ഷൻ ഡി ഒന്നുമല്ല. ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, 1 മാത്രം. ഗൃഹി എന്ന വാക്കിന്റെ സ്ത്രീലിംഗമായിട്ട് ഗൃഹിണി എന്ന വാക്ക് മാത്രമാണ് നമുക്കിവിടെ പരിഗണിക്കാനാകുന്നത്. അടുത്തത് 9ാമത്തെ ചോദ്യത്തിലേക്ക്. കാറ്റു വീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല. ഇതിലെ ഘടകപദം ഏതാണ്? 1 കാറ്റ്, 2 എങ്കിലും, 3 പൊഴിഞ്ഞില്ല, 4 വീശി. ഏതാണ് ശരിയായ ഉത്തരം? ഘടകപദം ഏതാണ്? ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി എല്ലാം ശരി, ഓപ്ഷൻ ഡി 3, 4 എന്നിവ. ഏതാ ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. അതായത് എങ്കിലും എന്ന പദമാണ് ഈ വാക്യത്തിലെ ഘടകപദം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സൃഷ്ടി നടത്തുന്നവൻ എന്നുള്ളതിന്റെ ഒറ്റപ്പദം എന്താണ്? സ്രഷ്ടാവ്, സൃഷ്ടാവ്, സ്രഷ്ടാവ്, സൃഷ്ടാവ്. ഏതാണ് സൃഷ്ടി നടത്തുന്നവൻ എന്നുള്ളതിന്റെ ഒറ്റപ്പദം? ഓപ്ഷൻ എ എല്ലാം ശരി, ഓപ്ഷൻ ബി 2, 3 എന്നിവ, ഓപ്ഷൻ സി 3, 4 എന്നിവ, ഓപ്ഷൻ ഡി 1 മാത്രം. ഏതാ ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം 1 മാത്രം. അതായത് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം. MT വാസുദേവൻ നായരുടെ ഡാഷ് എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമലാദേവി. ഇപ്പൊ വിമലാദേവി ഏത് നോവലിലെ കഥാപാത്രമാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ 4 കെട്ട്, ഓപ്ഷൻ ബി മഞ്ഞ്, ഓപ്ഷൻ സി കാലം, ഓപ്ഷൻ ഡി 2-ാം ഊഴം. ഏതാ ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. മഞ്ഞ് എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് വിമലാദേവി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഭരത് ഗോപിക്ക് ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമ ഏതാണ്? ഓപ്ഷൻ എ യവനിക, ഓപ്ഷൻ ബി ഓർമ്മയ്ക്കായി, ഓപ്ഷൻ സി കൊടിയേറ്റം, ഓപ്ഷൻ ഡി ചിദംബരം. ഏതാ ശരിയായ ഉത്തരം? ഭരത് ഗോപിക്ക് ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ചിത്രം? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, കൊടിയേറ്റമാണ് ശരിയായ ഉത്തരം. കൊടിയേറ്റം ഗോപി എന്നൊരു വിളിപ്പേര് കൂടി ആർക്കുണ്ട്? ഭരത് ഗോപിക്ക് ഉണ്ട്. അടുത്ത ചോദ്യം. മലയാളം എഴുത്തുകാരനായ VV അയ്യപ്പന്റെ തൂലികാനാമം എന്താണ്? ഓപ്ഷൻ എ കോവൂര്, ഓപ്ഷൻ ബി കോവിലൻ, ഓപ്ഷൻ സി കുട്ടേട്ടൻ, ഓപ്ഷൻ ഡി കുറ്റിപ്പുഴ. VV അയ്യപ്പന്റെ തൂലികാനാമം കിട്ടിയോ? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കോവിലനാണ് VV അയ്യപ്പൻ. VV അയ്യപ്പൻ സാഹിത്യരചനകൾ നടത്തിയിരുന്നത് കോവിലൻ എന്ന തൂലികാനാമത്തിലാണ്. അടുത്ത ചോദ്യം നമ്മുടെ സെഷനിലെ അവസാനത്തെ ചോദ്യമാണിത്. 2007 ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ ആരാണ്? ഓപ്ഷൻ എ ONV കുറുപ്പ്, ഓപ്ഷൻ ബി MT വാസുദേവൻ നായർ, ഓപ്ഷൻ സി SK പൊറ്റേക്കാട്ട്, ഓപ്ഷൻ ഡി അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2007 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ഇവരിൽ ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ONV കുറുപ്പിനാണ് 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ 14 ചോദ്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ ഉണ്ടായിരുന്നത്. 14 ചോദ്യങ്ങളുടെയും ഉത്തരം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. 14ൽ എത്ര നമുക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു എന്നൊന്ന് സ്വയം പരിശോധിക്കുക. ഇതാണ് ഉത്തര സൂചിക. എത്ര എണ്ണം നമുക്ക് ശരിയാക്കാൻ സാധിച്ചു? 1 ബി ആണ്, 2 സി, 3 ബി, 4
ബി, 5 എ, 6 ഡി, 7 എ, 8 എ, 9 ബി, 10 ഡി, 11 ബി, 12 സി, 13 ബി, 14 എ. അപ്പൊ ഈ 14 എണ്ണത്തിൽ എത്ര എണ്ണം നമുക്ക് ശരിയാക്കാൻ സാധിച്ചു എന്ന് സ്വയം വിലയിരുത്തുക. കൂടുതൽ സമയം മലയാളത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടതുണ്ടോ, അതോ തൃപ്തികരമായ ഒരു സ്കോറ് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിച്ചോ തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് വിലയിരുത്തേണ്ടതാണ് കേട്ടോ. 12 അതിൽ കൂടുതലോ സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നില തൃപ്തികരമാണ്. അല്ലാത്ത പക്ഷം അല്പസമയം കൂടി മലയാളത്തിന് വേണ്ടി മാറ്റി വെക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. നേരെ നമുക്ക് എങ്ങോട്ടേക്ക് കിടക്കാം? വിശദാംശങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? താഴെ നൽകിയ വാക്യങ്ങളിൽ ശരിയായവ ഏതെല്ലാം? കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെ വ്യർത്ഥമാണ്. അത് എന്തുകൊണ്ടാ ശരിയാകാത്തത്? വെറുതെ എന്ന വാക്കിനും വ്യർത്ഥം എന്ന വാക്കിനും അർത്ഥം ഒന്ന് തന്നെയാണ്, അല്ലെ? വെറുതെ ആവുക, വ്യർത്ഥമാവുക, രണ്ടിനും ഒരേ അർത്ഥമാണ്. അപ്പോ ഒരേ അർത്ഥം വരുന്ന രണ്ട് വാക്കുകൾ ഒരു വാക്യത്തിൽ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഒന്ന് തെറ്റായത്. രണ്ടിലേക്ക് വരുമ്പോഴോ പെരുമാറ്റം വ്യർത്ഥമാണ്. കണ്ടോ, അത് മാത്രമേ ഉള്ളൂ, വ്യർത്ഥം എന്ന വാക്ക് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് അത് ശരിയാണ്. പിന്നെ ഇവിടെ വരുമ്പോഴോ, മൂന്നിലേക്ക് വരുമ്പോഴോ വ്യർത്ഥമാണ് എന്ന വാക്കില്ല, പകരം വെറുതെയാണ് എന്ന വാക്ക് മാത്രമേ ഉള്ളൂ, അതും ശരിയാണ്. നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴോ വെറുതെയുള്ള പെരുമാറ്റം വ്യർത്ഥമാണ്, അത് തെറ്റാണ്. അതുകൊണ്ടാണ് 2ഉം 3ഉം ശരിയായ ഉത്തരമായത്. കിട്ടിയല്ലോ. ഇത്തരത്തിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഏതാനും വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ട ഏതാനും ചില ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. മഹാകവിയുടെ അമ്മ ബാല്യത്തിലെ മരിച്ചുപോയി. മഹാകവിയുടെ അമ്മ ബാല്യത്തിലെ മരിച്ചുപോയി. ഇവിടെ പെട്ടെന്ന് നോക്കുമ്പോൾ ഈ വാക്യത്തിൽ എന്തെങ്കിലും തകരാറുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടില്ല. എന്താണോ വക്താവ് പറഞ്ഞത് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്താണ്? അമ്മ ബാല്യത്തിലെ മരിച്ചുപോയത്രേ. പിന്നെ എങ്ങനെയാണ് മഹാകവി ഉണ്ടാകുന്നത്? ബാല്യത്തിൽ തന്നെ അമ്മ മരിച്ചുപോയി. അമ്മ ബാല്യത്തിൽ മരിച്ചുപോയി എന്ന അർത്ഥമാണ് ഇവിടെ കിട്ടുന്നത്. ശരിക്കും അമ്മ ബാല്യത്തിലാണോ മരിച്ചുപോയത്? അല്ല, മഹാകവി കുട്ടിയായിരിക്കുമ്പോഴാണ്, ബാലനായിരിക്കുമ്പോഴാണ് അമ്മ മരിച്ചു പോയത്. ആ അർത്ഥം കിട്ടണമെങ്കിൽ എങ്ങനെ പറയണം? മഹാകവിയുടെ ബാല്യത്തിലെ അമ്മ മരിച്ചുപോയി എന്ന് പറയുമ്പോഴാണ് ഈ വാക്യം ശരിയായ വാക്യമാകുന്നത്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഏകദേശം 100ഓളം ആളുകൾ സിനിമയ്ക്ക് പോയി. ഈ മാതൃകയിലുള്ള പല ചോദ്യങ്ങളും നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ചോദ്യം ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് പലയാവർത്തി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. ഏകദേശം 100ഓളം, അപ്രോക്സിമേറ്റ്ലി എന്നർത്ഥം വരുന്ന രണ്ട് വാക്കുകളാണ് ഏകദേശവും ഓളവും. രണ്ടും കൂടി ഒരു വാക്യത്തിൽ പ്രയോഗിക്കാമോ? പാടില്ല. ഒന്നുകിൽ ഏകദേശം അല്ലെങ്കിൽ ഓളം, ഏതെങ്കിലും ഒന്നേ പ്രയോഗിക്കാവൂ. അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിൽ നമുക്ക് ഈ വാക്യം ശരിയാക്കാം. ഒന്നുകിൽ ഏകദേശം എന്ന വാക്ക് ഒഴിവാക്കുക, 100ഓളം ആളുകൾ സിനിമയ്ക്ക് പോയി. അല്ലെങ്കിലോ ഓളം എന്ന വാക്ക് ഒഴിവാക്കിയിട്ട് ഏകദേശം എന്ന വാക്ക് ഉപയോഗിക്കുക. ഏകദേശം 100 ആളുകൾ സിനിമയ്ക്ക് പോയി. രണ്ടും ശരിയാണ്. അടുത്തത്, നടക്കുവാനും സംസാരിക്കാനോ അയാൾക്ക് കഴിഞ്ഞില്ല. ഇതിലെന്താ തകരാറ്? ഒരിടത്ത് ആനും എന്ന ശബ്ദവും ഒരിടത്ത് ഓ എന്ന ശബ്ദവുമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. എന്ന ശബ്ദത്തിന് ഇംഗ്ലീഷിൽ ആൻഡ് എന്ന വാക്കിന് തുല്യമായ സ്ഥാനമാണുള്ളത്. ഓ എന്ന ശബ്ദത്തിന് ചിലപ്പോൾ ആൻഡ് എന്ന അർത്ഥം വരുന്നുണ്ട്, ചിലപ്പോൾ ഓർ എന്ന അർത്ഥവും വരുന്നുണ്ട്. പറയാൻ ഉദ്ദേശിച്ചത് രണ്ടിടത്തും അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഇടങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയും ഒരേപോലുള്ള പ്രത്യയങ്ങളാണ് ചേർക്കേണ്ടത്, അല്ലെ? ഒരു വാക്യം പറയുമ്പോൾ വ്യത്യസ്തമായ പ്രത്യയങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് ഒന്നുകിൽ നടക്കുവാനോ സംസാരിക്കാനോ അയാൾക്ക് കഴിഞ്ഞില്ല, അല്ലെങ്കിലോ നടക്കുവാനും സംസാരിക്കുവാനും അയാൾക്ക് കഴിഞ്ഞില്ല. കണ്ടോ, വ്യത്യസ്തമായ പ്രത്യയങ്ങൾ ചേർക്കരുത്, ഒരേപോലെയുള്ള പ്രത്യയങ്ങൾ വേണം ചേർക്കാൻ. കിട്ടിയെന്ന് വിചാരിക്കുന്നു, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നതാണ് വാക്യശുദ്ധിയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുമ്പ് ഒരെണ്ണം കൂടിയുണ്ട്.
പെട്ടെന്നുണ്ടായ ആകസ്മിക മഴ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചു. ഇതിൽ എന്താണ് തകരാറ്? പെട്ടെന്നുണ്ടാവുക, അതായത് ഇവിടെ പെട്ടെന്നുണ്ടാവുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? പ്രതീക്ഷിക്കാതെ ഉണ്ടാവുക എന്ന അർത്ഥത്തിലാണ്. ആകസ്മികം എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? അപ്രതീക്ഷിതം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോ ഈ വാക്യത്തിൽ പെട്ടെന്നുണ്ടായ എന്ന വാക്കിനും ആകസ്മികം എന്ന വാക്കിനും ഒരേ അർത്ഥമാണ്. അതുകൊണ്ട് ഒരേ അർത്ഥം വരുന്ന രണ്ട് വാക്കുകൾ ഒരു വാക്യത്തിൽ പ്രയോഗിക്കാമോ? പാടില്ല. ഏതെങ്കിലും ഒന്നേ പ്രയോഗിക്കാവൂ. ഒന്നുകിൽ പെട്ടെന്നുണ്ടായ മഴ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചു, അല്ലെങ്കിലോ ആകസ്മിക മഴ വെള്ളപ്പൊക്കം സൃഷ്ടിച്ചു. കിട്ടിയോ? കാര്യം മനസ്സിലായോ? അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്: തെറ്റില്ലാത്ത പദങ്ങൾ ഏതെല്ലാം? കുട്ടിത്വം എന്നുള്ളത് തെറ്റാണ്. ശരിയായ പദം ഏതാണ്? കുട്ടിത്തം എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. ക്രീഡ ശരിയായ പദമാണ്. വാക്കിന്റെ അർത്ഥം എന്താണ്? വിനോദം എന്നാണ്. കാഠിന്യം എന്ന വാക്ക് ഇവിടെ ശരിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. കാഠിന്യം, ഡിഫിക്കൽട്ട് എന്നും അർത്ഥമുണ്ട്, ഹാർഡ് എന്നും അർത്ഥമുണ്ട്, അല്ലെ? അടുത്തത് കണ്ടുപിടുത്തം. കണ്ടുപിടുത്തം എന്നുള്ളത് ശരിയാണോ? തെറ്റാണ്. കണ്ടുപിടിക്കുക എന്നല്ലേ പറയുന്നത്? അപ്പൊ ശരിയായ പ്രയോഗം എന്തായിരിക്കും? കണ്ടുപിടിത്തം. അതാണ് ശരിയായ പ്രയോഗം. കിട്ടിയല്ലോ? അപ്പൊ ഇവിടെ 2ഉം 3ഉം മാത്രമാണ് ശരിയായ പദങ്ങൾ, 1ഉം 4ഉം തെറ്റാണ്. അപ്പൊ ഉത്തരം എങ്ങോട്ടേക്ക് പോയി? ഓപ്ഷൻ സിയിലേക്ക് പോയി. ഇത്തരത്തിൽ നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുള്ളതും പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതുമായ ചില പദശുദ്ധിയുമായി ബന്ധപ്പെട്ട ചില പദങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഐക്യകണ്ഠേന എന്നാണ് പലരും പറയാറുള്ളത്. അത് തെറ്റാണ്. ഐകകണ്ഠ്യേന ആണ് ശരിയായ പ്രയോഗം കേട്ടോ. എതിരഭിപ്രായമില്ലാതെ ഒരേ സ്വരത്തിൽ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം ഐകകണ്ഠ്യേനയാണ്. അടുത്തത് യൂണിറ്റി എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്ക് ഐകമത്യമാണോ? അല്ല, ഐകമത്യം. ക്യ എന്നില്ല കേട്ടോ. ഐകമത്യമാണ് ശരിയായ പ്രയോഗം. അതുപോലെ ഇച്ഛയ്ക്കൊത്തത് എന്നുള്ളതിന്റെ ഒറ്റപ്പദം ഐച്ഛികമാണോ? അല്ല, ഐച്ഛികം ആണ് ശരിയായ പ്രയോഗം. ആഗ്രഹം എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ഇച്ഛയാണ്. ഇച്ഛയ്ക്കൊത്തത് എന്നുള്ളതിന്റെ ഒറ്റപ്പദമാണ് ഐച്ഛികം. അപ്പൊ ചായും ചായുമാണോ ചേരേണ്ടത്? അല്ല, ചായും ചായുമാണ് ഐച്ഛികം. പിന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞ വാക്ക് കണ്ടുപിടുത്തമല്ല, കണ്ടുപിടുത്തമാണ്. കണ്ടുപിടിക്കുക എന്നോർത്താൽ മതി. അപ്പോ കണ്ടുപിടുത്തം. ഇനി കയ്യെഴുത്ത് എന്ന വാക്ക് തെറ്റ്. പിന്നെയോ കയ്യെഴുത്ത് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. എന്തുകൊണ്ടാണ്? പിരിച്ചെഴുതുമ്പോ കൈ അധികം എഴുത്ത് എന്നാണ് വരേണ്ടത്. അപ്പോ യകാരം യാ എന്ന അക്ഷരം ആഗമിച്ചത് കൊണ്ട് ആഗമസന്ധി. കയ്യ് എന്നിങ്ങനെയല്ലല്ലോ എഴുതുന്നത്. കയ്യെന്ന് മാത്രം എഴുതുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ്, അല്ലെ? അപ്പോ കൈ അധികം എഴുത്ത് എന്തായി മാറി? ചേർത്തെഴുതിയപ്പോ യാ എന്ന അക്ഷരം ആഗമിച്ചത് കൊണ്ട് ആഗമസന്ധി. ഇനി ആർട്ടിഫിഷ്യലിന്റെ മലയാളം കൃത്രിമം. കൃത്രിമം അല്ല, കൃത്രിമം. അതാണ് ശരിയായ പ്രയോഗം. ഓരോ അക്ഷരവും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അടുത്തത് ബാക്ക്വേഡ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന മലയാള പദം പിന്നോക്കമാണോ പിന്നാക്കമാണോ? പിന്നോക്കം തെറ്റ്, പിന്നാക്കമാണ് ശരി. എന്തുകൊണ്ട്? പിരിച്ചെഴുതുമ്പോ പിന്നിലേക്കുള്ള ആക്കം അതാണ് എന്താകുന്നത്? പിന്നാക്കമാകുന്നത് കേട്ടോ. ഓക്കം എന്നൊരു വാക്ക് മലയാളത്തിൽ ഇല്ല, ആക്കമാണുള്ളത്. പിന്നിലേക്കുള്ള ആക്കം പിന്നാക്കം. അടുത്തത് പ്രാരാബ്ധം. പ്രാരാബ്ധം എല്ലാരും പറയാറുള്ളതാണ് അല്ലെ? പട്ടിണിയും പ്രാരാബ്ധവും. പ്രാരാബ്ധം എന്നൊരു വാക്ക് മലയാളത്തിൽ ഇല്ല. രായ്ക്ക് എന്തില്ല? ദീർഘമില്ല, രാ എന്നേ ഉള്ളൂ. പ്രാരബ്ധം. അതുപോലെ ദാ എന്ന അക്ഷരവും ശ്രദ്ധിക്കുക. മൃദുവായ ദായാണോ വേണ്ടത്? അല്ല, ഘോഷമാണ് വേണ്ടത് കേട്ടോ. പ്രാരബ്ധം. ഇതാണ് ശരിയായ പ്രയോഗം. കിട്ടിയല്ലോ? അപ്പൊ പദശുദ്ധിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമുക്ക് തെറ്റിപ്പോകാറുള്ള, എന്നാൽ പരീക്ഷയ്ക്ക് പലയാവർത്തി ചോദിച്ചിട്ടുള്ള ഏതാനും പദങ്ങളാണ് പരിചയപ്പെട്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ചലച്ചിത്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ യോജിക്കുന്നത് ഏതാണ്? ഒന്ന് മാത്രം.
ചലത് അധികം ചിത്രം ചലച്ചിത്രം. നമുക്കറിയാം താ എന്ന ശബ്ദത്തോടൊപ്പം ചാ ചേരുകയാണെങ്കിൽ ചാ ഇരട്ടിച്ച ഫലം ചെയ്യും. ജായാണ് ചേരുന്നതെങ്കിൽ ജ ഇരട്ടിച്ച ഫലം ചെയ്യും. അതുപോലെ ലായാണ് ചേരുന്നതെങ്കിൽ ലാ ഇരട്ടിച്ച ഫലം ചെയ്യും. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ ചലത് അധികം ചിത്രമാണ് അല്ലെ. ചേർത്തെഴുത്തിൽ എന്തുണ്ട്? ഇരട്ടിച്ച ചകാരമുണ്ട്. അത് കാണുമ്പോ തന്നെ എന്തു മനസ്സിലാക്കണം? തായും ചായുമായിട്ടാണ് പിരിഞ്ഞത് എന്ന് മനസ്സിലാക്കണം അല്ലെ. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കാറുള്ളത് ശരത് അധികം ചന്ദ്രൻ അല്ലെ. ഇതാണ് ചേർത്തെഴുതുമ്പോ എന്താകുന്നത്? ശരത്ചന്ദ്രനാകുന്നത്. ഇത് പിരിച്ചെഴുത്തിലും ചേർത്തെഴുത്തിലും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മഹച്ചരിതം അല്ലെ. മഹത് അധികം ചരിതമാണ്. എങ്ങനെ മനസ്സിലായി? ചേർത്തെഴുത്തിൽ ഇരട്ടിച്ച ചകാരം കാണാം. അപ്പൊ എന്ത് മനസ്സിലാക്കണം? ആദ്യത്തെ വാക്ക് തായിൽ അവസാനിക്കുകയും രണ്ടാമത്തെ വാക്ക് ചായിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചേർത്തെഴുത്തിൽ ഇരട്ടിച്ച ചകാരം വന്നത് എന്ന് മനസ്സിലാക്കണം. കിട്ടിയല്ലോ. ഇത്തരത്തിൽ ഏതാനും ചില പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് പദങ്ങൾ നമുക്കൊന്ന് നോക്കാം. മുൻ അധികം അറിയിപ്പ്. ഇത് ചേർത്തെഴുത്തിൽ എന്താകും? നാ എന്ന അക്ഷരം ഇരട്ടിച്ചിട്ട് മുന്നറിയിപ്പ് എന്നാകും. ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? ദ്വിത്വ സന്ധിക്ക് ഉദാഹരണമാണ്. ഇതുപോലെ തന്നെ വരുന്നതാണ് 8000 എന്ന പദം കേട്ടോ. എൺ അധികം 1000 അല്ലെ. ഇത് ചേർത്തെഴുതുമ്പോ എന്താണ്? 8000 ഏത് സന്ധിയാ? ദ്വിത്വസന്ധിയാണ്. ആദ്യത്തെ വാക്കിന്റെ ഒടുവിലുള്ള ണ ചേർത്തെഴുത്തിൽ ഇരട്ടിച്ചിരിക്കുന്നു. അല്പനേരം മുമ്പ് നമ്മൾ പറഞ്ഞു പോയൊരു വാക്കുണ്ട്, പിന്നാക്കം. പിന്നിലേക്കുള്ള ആക്കമാണ്. പിൻ അധികം ആക്കം. ഇത് ചേർത്തെഴുതുമ്പോ എന്താ സംഭവിക്കുന്നേ? പിന്നാക്കം. ആദ്യത്തെ വാക്കിന്റെ ഒടുവിലുള്ള നാ എന്ന ശബ്ദം ഇവിടെ എത്തിയപ്പോ എന്തായി? ഇരട്ടിച്ച നകാരമായി. ഇതെല്ലാം ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ്. കിട്ടിയല്ലോ. അടുത്തത് മരം അധികം ഇൽ. ചേർത്തെഴുതിയപ്പോ എന്തായി? മരത്തിൽ എന്നായി. എന്താണ് ഇതിന്റെ പിന്നിലുള്ള നിയമം? ആദ്യത്തെ വാക്ക് അം എന്ന അനുസ്വാരത്തിൽ അവസാനിക്കുകയും രണ്ടാമത്തെ വാക്ക് ഏതെങ്കിലും സ്വരാക്ഷരത്തിൽ ആരംഭിക്കുകയും ചെയ്താൽ ചേർത്തെഴുത്തിൽ എന്തു വരും? ഇരട്ടിച്ച തകാരം വരും എന്നൊരു നിയമമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്. 1000 അധികം ആണ്ട്. പലയാവർത്തി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1000 അധികം ആണ്ട് ചേർത്തെഴുതുമ്പോ എന്താകും? 1000 എന്നാകും. 1000. അം എന്ന ശബ്ദത്തിൽ ആദ്യത്തെ വാക്ക് അവസാനിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വാക്ക് ഒരു സ്വരാക്ഷരത്തിൽ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ചേർത്തെഴുത്തിൽ എന്തു വന്നത്? ഇരട്ടിച്ച തകാരം വന്നത്. കാര്യം മനസ്സിലായല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക്, അടുത്ത വിഭാഗത്തിലേക്ക് കടക്കാം. നവ അധികം ഉദ്ധാനം, നവോത്ഥാനം. സഹ അധികം ഉദരൻ, സഹോദരൻ. എന്താണ് കാരണം? പലയാവർത്തി ഞാൻ പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആയും ഊവും കൂടി ചേർന്നാൽ ചേർത്തെഴുത്തിൽ അത് എന്തായി മാറും? ഓ എന്ന ശബ്ദമായിട്ട് മാറും. ആയും ഊവും കൂടി ചേർന്നാൽ ഓയാണ്. നവ എന്ന് പറഞ്ഞ നിർത്തുന്നിടത്ത് ആ എന്ന ശബ്ദമുണ്ട്. ഉദ്ധാനം രണ്ടാമത്തെ വാക്ക് ആരംഭിക്കുന്നത് ഊ എന്ന ശബ്ദത്തിലാണ്. അതുകൊണ്ട് ചേർത്തെഴുത്തിൽ എന്തു വരുന്നു? ഓ എന്ന ശബ്ദം വരുന്നു. അതുപോലെ സഹ, അവിടെ ആ എന്ന ശബ്ദമുണ്ടല്ലോ. ഉദരൻ രണ്ടാമത്തെ വാക്ക് ആരംഭിച്ചിരിക്കുന്നത് ഊ എന്ന ശബ്ദത്തിലാണ്. അപ്പൊ ചേർത്തെഴുത്തിൽ ഏത് ശബ്ദം വരണം? ഓ. സഹോദരൻ, നവോത്ഥാനം, മഹോത്സവം, വാദ്യോപകരണം എന്നൊക്കെ പറയുന്നിടത്ത് ആയും ഊവുമായിട്ടാണ് പിരിഞ്ഞിരിക്കുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ടത്, പലയാവർത്തി ചോദിച്ചിട്ടുള്ളത്. അടുത്തത് വിദ്യുത്ത് അധികം ശക്തിയാണ് വിദ്യുത് ശക്തിയാകുന്നത്. എന്താണ് അതിന്റെ കാരണം? കാരണം ഇത്രയേ ഉള്ളൂ. തായും ഷായും കൂടി ചേർന്നാൽ അതെന്തായി മാറും? ചായും ഛായുമായിട്ട് മാറും. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യുത്ത് അധികം ശക്തി. കണ്ടോ, തായും ഷായും കൂടി ചേർന്നിരിക്കുന്നു. ചേർത്തെഴുത്തിൽ അത് എന്തായി മാറി? ചായും ഛായുമായിട്ട് മാറി.
ആപത്ത് അധികം ശങ്ക. കണ്ടോ, തായും ഛായുമായിട്ടാണ് പിരിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ചേർത്തെഴുത്തിൽ അത് ചായും ഛായുമായിട്ട് മാറി. ജീവത്ത് അധികം ശവം, ചേർത്തെഴുത്തിൽ ജീവച്ഛവം എന്ന് വരുന്നു. കണ്ടോ, ഇത് മനസ്സിലാക്കണം. അപ്പോ ചേർത്തെഴുതിയ സ്ഥാനത്ത്, ചേർത്തെഴുതിയ സമസ്ത പദത്തിൽ ചായും ഛായും കണ്ടാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആദ്യത്തെ വാക്ക് പിരിച്ചെഴുതുമ്പോ ആദ്യത്തെ വാക്ക് ത എന്ന ശബ്ദത്തിൽ അവസാനിക്കുകയും രണ്ടാമത്തെ വാക്ക് ശ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. എന്ത് കാണുമ്പോഴാണ്? ചേർത്തെഴുത്തിൽ ദ ചായും ഛായുമായിട്ടാണ് വരുന്നത് എങ്കിൽ. അപ്പൊ പിരിച്ചെഴുതാനും നമുക്ക് പറ്റും, ചേർത്തെഴുതാനും പറ്റും. കിട്ടിയല്ലോ. അപ്പൊ വളരെ പ്രധാനപ്പെട്ട, ഒരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ലാത്തത് എന്ന് തോന്നിയ ഏതാനും പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് പദങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയത്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തിന്നത് തീരും കൊടുത്തത് തീരില്ല എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്താണ്? ദാനത്തിന്റെ മഹാത്മ്യമാണ് എന്ന് നമ്മൾ കണ്ടു, അല്ലെ? രണ്ട് മാത്രമാണ് ഇതിൽ ശരിയായി വരുന്നത്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള ഏതാനും ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് മുൻപും ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം. ഒന്നുകിൽ തൊഴിലിന്റെ മഹത്വമാണ്, അല്ലെങ്കിൽ അധ്വാനത്തിന്റെ മഹത്വമാണ് നമുക്കിവിടെ കാണാനാവുക, അല്ലെ? പാടത്ത് ഉഴുത് പണിയെടുത്താൽ മാത്രമാണ് നല്ലതുപോലെ ആഹാരം കഴിക്കാനുള്ള വക നമുക്ക് കിട്ടുന്നത്. അപ്പോ സ്വയം അധ്വാനിച്ചാണ് ഒരുവൻ ആഹാരം കഴിക്കുന്നത് എങ്കിൽ, മറ്റുള്ളവരുടെ പങ്ക് പറ്റുന്നവനല്ല എങ്കിൽ, ഇത്തിൽ കണ്ണികളല്ല എങ്കിൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ അല്പം റെസ്പെക്ട്, ബഹുമാനം അർഹിക്കുന്നുണ്ട്. ശരിയല്ലേ? അതാണ് അധ്വാനിച്ച് ആഹാരം കഴിക്കുന്നവനെ തൊഴുതുണ്ണണം, അല്ലെ? അധ്വാനിക്കുന്നവനെ എപ്പോഴും ബഹുമാനിക്കണം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അടുത്തത് നിലമറിഞ്ഞ് വിത്തിടണം, അല്ലെ? ഓരോ പാടശേഖരത്തിനും ഓരോ സ്വഭാവമാണ്. ചിലതിന് അമ്ലത്തിന്റെ അംശം കൂടുതലായിരിക്കും, ചിലതില് വെള്ളത്തിന്റെ അംശം കുറവായിരിക്കും. അങ്ങനെ ഓരോ നിലത്തിനും ഓരോ പാടത്തിനും ഓരോ സ്വഭാവമായിരിക്കും. അതറിഞ്ഞു വേണം എന്ത് ചെയ്യാൻ? കൃഷി നടത്താൻ. ഇവിടെ കൃഷിയെ കുറിച്ച് മാത്രമാണോ പറയുന്നത്? അല്ല, ഏത് സാഹചര്യവും അങ്ങനെ തന്നെയാണ്. അവസരത്തിനൊത്തു വേണം നമ്മൾ പ്രവർത്തിക്കാൻ, അല്ലെ? ആ സാഹചര്യം അനുസരിച്ച് പെരുമാറണം എന്ന അർത്ഥം വരുന്ന പ്രയോഗമാണ് നിലമറിഞ്ഞ് വിത്തിടണം. അടുത്തത്, പുള്ളുവൻ പാടുന്നതേ വീണ പാടു. പുള്ളുവൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സർപ്പം പാട്ടുകളൊക്കെ പാടുന്നവരാണ്, അല്ലെ? അവരെയാണ് പുള്ളുവർ എന്ന് പറയുന്നത്. അവൻ അല്ലെങ്കിൽ പുള്ളുവൻ പാടുന്നതേ വീണ പാടു. പുള്ളുവൻ വീണ എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്. പുള്ളുവന്റെ കയ്യിൽ എപ്പോഴും ഒരു വയലിൻ പോലത്തെ ഒരു ഉപകരണം ഉണ്ടാകും. അതിനെയാണ് എന്ത് പറയുന്നത്? പുള്ളുവൻ വീണ എന്ന് പറയുന്നത്. പുള്ളുവൻ പാടുന്നതേ വീണ പാടു. കൈകാര്യം ചെയ്യുന്നവന്റെ കഴിവിനനുസരിച്ച് ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. ചില മനുഷ്യരുണ്ട്, അവർക്ക് എന്തെങ്കിലും അബദ്ധം പിണഞ്ഞു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും? ഉപകരണങ്ങളെ കുറ്റം പറയുന്ന, അല്ലെ, പതിവുണ്ടാകും. അവരുടെ കഴിവുകേട് കൊണ്ടാണ് അബദ്ധം സംഭവിച്ചത് എന്ന് അംഗീകരിക്കാൻ അവർ തയ്യാറാവില്ല. പിന്നെയോ ഉപയോഗിച്ച ഉപകരണങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ, പരീക്ഷയ്ക്ക് തോറ്റുപോയതിന് പേനയാണ് കാരണം എന്ന് പറയുന്നവർ, അല്ലെ? അത്തരക്കാരെ പരിഹസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുള്ളുവൻ പാടുന്നതേ വീണ പാടു. തനിക്ക് അറിയാവുന്നത് കൊണ്ടേ ആ ഉപകരണം പ്രവർത്തിപ്പിക്കാൻ സാധിക്കൂ, അല്ലാതെ ഉപകരണത്തിന്റെ കഴിവ് കൊണ്ട് നമുക്കൊരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത്, മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം. നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ളത് പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുള്ളതാണ്. ഇത് രണ്ടും എന്തിനെ കുറിക്കുന്നതാണ്? ക്ഷമയുടെ മഹത്വത്തെ കുറിക്കുന്നതാണ്. ക്ഷമയോടെ നിൽക്കുകയാണെങ്കിൽ ഉയരങ്ങൾ നമുക്ക് കീഴടക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എന്ത് നേട്ടവും നമുക്ക് കൈവരിക്കാൻ സാധിക്കും എന്ന അർത്ഥത്തിലാണ് പയ്യെ തിന്നാൽ പനയും തിന്നാം, അല്ലെങ്കിൽ മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം എന്ന് പറയുന്നത്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തവയിൽ കഠിനം എന്ന പദത്തിന് വിപരീതമായി വരാവുന്നവ ഏതൊക്കെയാണ്? ലളിതവും മൃദുവുമാണ്. അതിനെന്താണ് കാരണം? ലളിതം എന്ന വാക്കിന് സിമ്പിൾ എന്നും മൃദു എന്ന വാക്കിന് സോഫ്റ്റ് എന്നുമാണ് അർത്ഥം. ഓക്കെ, അപ്പോ എന്തുകൊണ്ടാണ് കഠിനത്തിന്റെ വിപരീതമായിട്ട് ലളിതവും മൃദുവും വന്നത്? കാരണം ഇത്രയേ ഉള്ളൂ. കഠിനം എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്, അല്ലെ? കഠിനം എന്ന വാക്കിന്
ഹാർഡ് എന്നും അർത്ഥമുണ്ട്, കോംപ്ലിക്കേറ്റഡ് എന്നും അർത്ഥമുണ്ട്. ശരിയല്ലേ? അതായത് പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? കഠിനമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം പരീക്ഷ ഇത്തിരി ടഫ് ആയിരുന്നു, കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്നാണ്, അല്ലെ? അതുപോലെ ഈ വസ്തുവിന്റെ പ്രതലം എങ്ങനെയുണ്ട്? ഈ വസ്തുവിന്റെ പ്രതലം കഠിനമാണ്. കഠിനം എന്ന് പറയുമ്പോൾ അവിടെ ഏതർത്ഥത്തിലാണ്? ഹാർഡ് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. അപ്പൊ കഠിനം എന്ന വാക്കിന് ഹാർഡ് എന്നും കോംപ്ലിക്കേറ്റഡ് എന്നും അർത്ഥമുള്ളത് കൊണ്ടാണ് ഇതിന്റെ വിപരീതമായിട്ട് ഏതൊക്കെ വാക്കുകൾ പരിഗണിക്കുന്നത്? സോഫ്റ്റ് എന്നർത്ഥം വരുന്ന മൃദുവും അതുപോലെ സിമ്പിൾ എന്നർത്ഥം വരുന്ന ലളിതവും കഠിനത്തിന്റെ വിപരീത പദമായിട്ട് വരുന്നത് ഇക്കാരണം കൊണ്ടാണ്. കിട്ടിയല്ലോ? കർക്കശം. കർക്കശം എന്ന വാക്കിന്റെ വിപരീതമായിട്ട് വേണമെങ്കിൽ ഉദാരം എന്ന വാക്ക് ഉപയോഗിക്കാവുന്നതാണ്. ശരിയല്ലേ? കർക്കശ മനോഭാവത്തോടു കൂടി പെരുമാറുക, ഉദാര മനസ്കതയോടെ പെരുമാറുക. കിട്ടിയല്ലോ? ദൃഢം. ദൃഢം എന്ന വാക്ക്, ദൃഢവും കഠിനവും ചില സാഹചര്യങ്ങളിൽ ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാം, അല്ലെ? ഹാർഡ് എന്ന അർത്ഥത്തിൽ ദൃഢം എന്ന വാക്ക്, ഉറപ്പുള്ളത് എന്ന അർത്ഥത്തിൽ ദൃഢം എന്ന വാക്ക് ഉപയോഗിക്കാം. അതിന്റെ വിപരീതം എന്താണ്? പലയാവർത്തി പറഞ്ഞിട്ടുണ്ട്. ശിഥിലം എന്ന വാക്കാണ് ദൃഢത്തിന്റെ വിപരീതമായിട്ട് ഉപയോഗിക്കാവുന്നത്. കിട്ടിയല്ലോ? ഇത്തരത്തിൽ പരീക്ഷയ്ക്ക് ആവർത്തിച്ചു ചോദിച്ചിട്ടുള്ള ഏതാനും വിപരീത പദങ്ങൾ പരിചയപ്പെടാം. ശിഥിലം, അല്ലെ? ദൃഢം, ശിഥിലം എന്ന് പറഞ്ഞു. ദൃഢം കൂടാതെ ഗാഢം, അല്ലെ? ഗാഢം എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ്. ഗാഢത്തിന്റെയും ദൃഢത്തിന്റെയും വിപരീതമായിട്ട് ഏത് വാക്ക് ഉപയോഗിക്കാം? ശിഥിലം എന്ന വാക്ക് ഉപയോഗിക്കാം. ദ്വേഷത്തിന്റെ വിപരീതമായിട്ട് രാഗം എന്ന വാക്ക് വരുന്നു. രാഗദ്വേഷാദികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രാഗവും ദ്വേഷവും മുതലായവയും, അല്ലെ? രാഗം, രാഗത്തിന്റെ വിപരീതമായിട്ട് എങ്ങനെയാ ദ്വേഷം വരുന്നത്? രാഗം എന്ന വാക്കിന് സ്നേഹം എന്നാണ് അർത്ഥം, അല്ലെ? നമുക്കറിയാവുന്ന ഒരു വാക്കുണ്ടല്ലോ, അനുരാഗം. അനുരാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹമാണ്, അല്ലെ? അതുകൊണ്ടാണ് അതിന്റെ വിപരീതമായിട്ട് ദ്വേഷം എന്ന വാക്ക് വരുന്നത്. നിന്ദിക്കേണ്ടവൻ എന്നുള്ളതിന്റെ ഒറ്റപ്പദമാണ് നിന്ദ്യൻ. അതിന്റെ വിപരീതമാണ് എന്ത്? വന്ദ്യൻ, വന്ദിക്കപ്പെടേണ്ടവൻ. നിശ്ചിതം വിപരീതം അനിശ്ചിതം. ഇത് പദശുദ്ധിയിലൊക്കെ പതിവായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. നിശ്ചിതം എന്ന് എഴുതുമ്പോൾ ശായും ചായുമാണ് ചേരേണ്ടത്. നിശ്ചിതം ഉറപ്പുള്ളത്, ഉറപ്പില്ലാത്തത് ഏതാ? അനിശ്ചിതമാണ്. നിശ്വാസം ഉച്ഛ്വാസം. നിശ്വസിക്കുക, വായു പുറന്തള്ളുക, അല്ലെ? നമ്മൾ ദീർഘമായി നിശ്വസിച്ചു ഇങ്ങനെ കാണിക്കുന്നതിനെയാണ് ദീർഘനിശ്വാസം എന്ന് പറയുന്നത്. ഉച്ഛ്വാസം എന്ന് പറയുമ്പോഴോ ഉള്ളിലേക്ക് എടുക്കുന്ന വായുവാണ്. ഉച്ഛ്വാസ, അല്ലെ? ഉച്ഛ്വാസം നിശ്വാസ വായുക്കൾ എന്ന് പറയാറുണ്ട്. ഉള്ളിലേക്ക് എടുക്കുന്നതും പുറന്തള്ളുന്നതുമായ വായു. ശ്വാസോച്ഛ്വാസം എന്നൊരു വാക്കുണ്ട്, അല്ലെ? ശ്വാസോച്ഛ്വാസം. കണ്ടോ? ഈ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ. പദശുദ്ധിയിൽ വരാം, പിരിച്ചെഴുത്തിൽ വരാം, ചേർത്തെഴുത്തിൽ വരാം. ഇത് എങ്ങനെ പിരിച്ചെഴുതണം? ശ്വാസം അധികം ഉച്ഛ്വാസമാണോ? അല്ല. പിന്നെയോ ശ്വാസ അധികം ഉച്ഛ്വാസമാണ്. ചേർത്തെഴുതുമ്പോ എന്താകുന്നത്? ശ്വാസോച്ഛ്വാസം എന്നാകുന്നത്. എങ്ങനെ മനസ്സിലായി? ഇവിടെ ആയും ഇവിടെ ഊവും ചേർത്തെഴുതിയപ്പോ ഓ എന്ന ശബ്ദം വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് മനസ്സിലാക്കണം? ആദ്യത്തെ വാക്ക് ആയിൽ അവസാനിക്കുകയും രണ്ടാമത്തെ വാക്ക് ഊവിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചേർത്തെഴുത്തിൽ ഓ എന്ന ശബ്ദം വന്നത് എന്ന് മനസ്സിലാക്കണം. കിട്ടിയല്ലോ? അടുത്തത് നിരുപാധികം വിപരീതം സോപാധികം. നിരുപാധികം, കോടതി പ്രതിയെ നിരുപാധികം വിട്ടയച്ചു. നിരുപാധികം, ഉപാധികളൊന്നും ഇല്ലാതെ. സോപാധികം, സോപാധികം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോ ഉപാധികളോടെ. അടുത്തത് നീചം വിപരീതം ഉച്ചം. നീചം എന്ന വാക്കിന് താഴ്ന്നത് എന്നും മോശപ്പെട്ടത് എന്നും അർത്ഥമുണ്ട്. അതുകൊണ്ട് അതിന്റെ വിപരീതമായിട്ട് മികച്ചത് അല്ലെങ്കിൽ ഉയർന്നത് എന്നർത്ഥം വരുന്ന ഉച്ചം വിപരീത പദമായിട്ട് പ്രയോഗിക്കാവുന്നതാണ്. കിട്ടിയല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. കടലിന്റെ പര്യായ പദം അല്ലാത്തത് ഏതൊക്കെയാണ്? പാരാവാരം, അർണവം, ആഴി. ഇത് മൂന്നും കടലിന്റെ പര്യായമാണ്.
നിമ്നക എന്നുള്ളത് ആരുടെ പര്യായമാണ്? കടലിന്റെ അല്ല, അത് നദിയുടെ പര്യായമാണ്. കടലിന്റെ പര്യായവും നദിയുടെ പര്യായവും പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. നമുക്ക് അതിലൂടെ ഒന്ന് കടന്നു പോകാം. നോക്കിക്കേ, സമുദ്രം അഥവാ കടലിന്റെ പര്യായ പദങ്ങൾ അദഭ്രം, അംബുദി, അംബുരാശി, അബ്ധി, അംബോധി, അംബോനിധി, അർണവം, ആഴി, ഉദതി, പാരാവാരം. ഇതൊക്കെ സമുദ്രത്തിന്റെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങളാണ്. നദിയുടെ പര്യായ പദങ്ങളോ തരംഗിണി, ശൈവലിനി, തടിനി, ഹ്രദിനി, തരംഗവതി, ധുനി, സ്രതസ്വിനി, ദ്വീപവതി, സ്രവന്തി, നിമ്നക, ആപക, വാഹിനി, ശിഭ, ഛരി, നിർഝരി, നിർഝരിണി, നിർഝരം, കുലം, സരസ്വതി, പയസ്വിനി, സിന്ധു, ശക്കരി. ഇതൊക്കെ എന്താണ്? നദിയുടെ പര്യായ പദങ്ങളാണ്. സമുദ്രത്തിന്റെയും നദിയുടെയും പര്യായ പദങ്ങൾ അല്ലെങ്കിൽ സമാന പദങ്ങൾ ഒക്കെ പലയാവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ വളരെ പ്രധാനപ്പെട്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം പരിഭാഷയുമായി ബന്ധപ്പെട്ടതാണ്. ടിറ്റ് ഫോർ ടാറ്റ്. നമ്മൾ എപ്പോഴും എന്തു മാത്രമേ പറയാറുള്ളൂ? ഉരുളക്കുപ്പേരി എന്ന് മാത്രമേ പറയാറുള്ളൂ. ഇങ്ങോട്ട് എങ്ങനെയാണോ അതേ നാണയത്തിൽ അങ്ങോട്ട് തിരിച്ചടിക്കുക, അതിനെയാണ് ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഉരുളക്കുപ്പേരിയും പകരത്തിന് പകരവും പരിഗണിക്കാവുന്നതാണ്. ഇനി ഉരുളക്കുപ്പേരി എന്നുള്ളതിന് മറ്റൊരു ഇംഗ്ലീഷ് പ്രയോഗമുണ്ട്. എന്താണ്? കൗണ്ടർ ബ്ലാസ്റ്റ്. കേട്ടോ, കൗണ്ടർ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാലും അതുപോലെ ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഉരുളക്കുപ്പേരി തന്നെയാണ്. ഇങ്ങോട്ട് എങ്ങനെയോ ആ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുക എന്നർത്ഥം വരുന്ന പ്രയോഗങ്ങളാണ്. ഇത്തരത്തിൽ പരിഭാഷ എന്ന നിലയ്ക്ക് നമ്മുടെ പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള ഏതാനും ചില പ്രയോഗങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ടു നിപ്പ് ഇൻ ദി ബഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുളയിലെ നുള്ളുക, തുടക്കത്തിൽ തന്നെ നിരുത്സാഹപ്പെടുത്തുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ് നിപ്പ് ഇൻ ദി ബഡ്. മുളയിലെ ചൂടുവെള്ളം ഒഴിക്കുക എന്നും പറയാറുണ്ട് അല്ലെ, തുടക്കത്തിൽ തന്നെ അതിനെ ഇല്ലായ്മ ചെയ്യുക. അടുത്തത് ടു ക്യാച്ച് റെഡ് ഹാൻഡഡ്. റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊണ്ടിയോടെ പിടികൂടുക, കയ്യോടെ പിടിക്കുക എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. പോലീസ് ക്യാച്ച് ദ തീഫ് റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തൊണ്ടി അടക്കം, തൊണ്ടി സഹിതം മോഷ്ടിച്ച മുതലിനെയാണ് തൊണ്ടി എന്ന് പറയുന്നത്. അതോടുകൂടി പോലീസുകാരൻ കള്ളനെ പിടികൂടി എന്നുള്ള അർത്ഥത്തിൽ. അടുത്തത് ടു ബി ഓൾ ഐസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണിൽ എണ്ണയൊഴിച്ചിരിക്കുക, അത്രമാത്രം താല്പര്യത്തോടു കൂടി കാത്തിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ടു ബി ഓൾ ഐസ്, എല്ലാ കണ്ണുകളും അയാളെ പ്രതീക്ഷിച്ച്. അടുത്തത് ടു ബി അണ്ടർ ദി തംബ് ഓഫ്, വിരൽ തുമ്പിൽ ഒതുക്കുക. വിരൽ തുമ്പിൽ ഒതുക്കുക എന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ പ്രയോഗിക്കുന്നതാണ് ടു ബി അണ്ടർ ദി തംബ് ഓഫ്. അടുത്തത് പലയാവർത്തി ചോദിച്ചിട്ടുള്ളത് ടു സ്മെൽ എ റാറ്റ്. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് എന്തോ ചീഞ്ഞ് നാറുന്നുണ്ടല്ലോ എന്ന് പറയാറുണ്ട്. അതേ അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ പ്രയോഗിക്കുന്നത് ടു സ്മെൽ എ റാറ്റ്, സംശയിക്കാൻ ഒരു കാരണമുണ്ടാവുക, സംശയാസ്പദം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. പലയാവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അടുത്തത് ഗൃഹി എന്ന പദത്തിന്റെ സ്ത്രീലിംഗമായി വരാവുന്ന പദം ഇതിൽ ഏതു മാത്രമേ ഉള്ളൂ? ഗൃഹിണി എന്ന പദം മാത്രമേ ഉള്ളൂ. ഗൃഹസ്ഥൻ എന്ന് പറയുന്ന പദമാണ് നമുക്ക് സുപരിചിതം അല്ലെ. ഗൃഹസ്ഥൻ, അതിന്റെ സ്ത്രീലിംഗമായിട്ട് ഏത് വാക്ക് ഉപയോഗിക്കാം? ഗൃഹസ്ഥ എന്ന വാക്ക് ഉപയോഗിക്കാം. അപ്പൊ ഗൃഹിണിയും ഗൃഹസ്ഥയും ഏത് വാക്കിന്റെ എതിർലിംഗമാണ്? ഗൃഹി എന്ന വാക്കിന്റെ എതിർലിംഗമാണ് കേട്ടോ. അത് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗൃഹസ്ഥന്റെ എതിർലിംഗമായിട്ട് ഗൃഹിണിയും ഗൃഹസ്ഥയും പറയാവുന്നതാണ്. ഇനി ഘാതകൻ, കൊലപാതകം ചെയ്തവനാണ് ഘാതകൻ. അതിന്റെ സ്ത്രീലിംഗ പദം എന്താണ്? ഘാതകി ആണ്. കഥ പറയുന്നവൻ കാഥികനാണെങ്കിൽ അതിന്റെ സ്ത്രീലിംഗം എന്താണ്? കാഥിക എന്നാണ്. കണ്ണുള്ളവൻ അല്ലെ, അക്ഷിയോട് കൂടിയവൻ, അതാണ് ആര്? സാക്ഷി. അപ്പൊ അക്ഷിയോട് കൂടിയവളോ? സാക്ഷിണി. രോഗമുള്ളവൻ രോഗിയാണ്, രോഗമുള്ളവൾ രോഗിണി ആണ്. ജാമാതാവ്, മരുമകൻ എന്ന അർത്ഥം വരുന്ന പദമാണ് അല്ലെ. മകളുടെ ഭർത്താവ്, ഒറ്റ പദമാണ് എന്ത്? ജാമാതാവ്.
മകന്റെ ഭാര്യ. ഒറ്റപ്പദം എന്താ? സ്നുഷ. ജാമാതാവിന്റെ എതിർലിംഗ പദം സ്നുഷയാണ്. ഒറ്റയ്ക്കിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന രണ്ട് പദങ്ങൾ ഏകാകിയും ഏകനുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, ഗൃഹി എന്ന വാക്ക് കാണുമ്പോ അത് സ്ത്രീലിംഗമാണെന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞു. അതുപോലെ പലർക്കും തെറ്റിപ്പോകാറുള്ളതാണ് ഏകാകി. ഏകാകി എന്ന വാക്ക് കാണുമ്പോ അത് സ്ത്രീലിംഗമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഏകൻ എന്ന് പറഞ്ഞാലും ഏകാകി എന്ന് പറഞ്ഞാലും ഒറ്റയ്ക്കിരിക്കുന്നവൻ പുല്ലിംഗ പദമാണ് കേട്ടോ. ഇതിന്റെ സ്ത്രീലിംഗ, രണ്ട് വാക്കിന്റെയും സ്ത്രീലിംഗ പദമായിട്ട് ഉപയോഗിക്കാവുന്ന വാക്കാണ് ഏകാകിനി. ഏകാകി എന്ന വാക്കിന്റെയും ഏകൻ എന്ന വാക്കിന്റെയും സ്ത്രീലിംഗ പദമായിട്ട് ഏത് ഉപയോഗിക്കാം? ഏകാകിനി എന്ന പദം ഉപയോഗിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. കാറ്റു വീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല. ഇവിടുത്തെ ഘടകപദം ഏതാണ്? എങ്കിലും എന്ന ശബ്ദമാണ്. എന്താണ് ഘടകപദം? ഘടിപ്പിക്കുന്നത്. ഘടിപ്പിക്കുക, യോജിപ്പിക്കുക. രണ്ട് വാക്യങ്ങളെ യോജിപ്പിക്കുക എന്ന ധർമ്മമാണ് ഘടകങ്ങൾക്കുള്ളത്. കാറ്റ് വീശി ഇല പൊഴിഞ്ഞില്ല. രണ്ട് വാക്യങ്ങളായിട്ട് എഴുതാമല്ലോ. അപ്പൊ ഈ രണ്ട് വാക്യങ്ങൾ ഒന്നിന്റെ കാരണമാണ് മറ്റൊന്ന്, അല്ലെങ്കിൽ ഒന്ന് സംഭവിച്ചിട്ടും മറ്റൊന്ന് സംഭവിച്ചില്ല, ഒന്നിന്റെ തുടർച്ചയാണ് മറ്റൊന്ന്. അപ്പൊ ഇതിനെ രണ്ടിനെയും ഘടിപ്പിക്കാൻ നമുക്ക് ഏത് വാക്ക് ഉപയോഗിക്കാം? ഇംഗ്ലീഷിൽ ബട്ട് എന്ന് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന എങ്കിലും എന്ന വാക്കാണ് ഉപയോഗിക്കാവുന്നത്. അതുകൊണ്ട് ഈ വാക്യത്തിലെ ഘടകപദം ഏതാണ്? എങ്കിലും എന്ന ശബ്ദമാണ്. എന്താണ് ഘടകം? വാക്കിനെയോ വാക്യത്തെയോ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്ന കണ്ണികളെയാണ് ഘടകം എന്ന പേരിൽ മലയാള വ്യാകരണത്തിൽ അറിയപ്പെടുന്നത്. ഈ എങ്കിലും എന്ന വാക്ക് മാത്രമാണോ ഘടകമായിട്ടുള്ളത്? അല്ല. രാമനും കൃഷ്ണനും എന്ന വാചകത്തിൽ ഇവയെ ബന്ധിപ്പിച്ച് നിർത്തുന്നത് എന്ന കണ്ണിയാണ്. ഇതെന്തിന് ഉദാഹരണമാണ്? ഘടകത്തിന് ഉദാഹരണമാണ്. തന്നെ വേണമെന്നുണ്ടോ? ഓ എന്ന ശബ്ദം ഉപയോഗിച്ചുകൂടെ? രാമനോ കൃഷ്ണനോ. കണ്ടോ, അവിടെയും യോജിപ്പ് വന്നല്ലോ. അതും എന്തിനുദാഹരണമാണ്? ഘടകത്തിന് ഉദാഹരണമാണ്. ഇനി മറ്റൊരു തരത്തിലാണ് നമ്മുടെ പരീക്ഷയിൽ കൂടുതലും ചോദ്യങ്ങൾ വരുന്നത്. എങ്ങനെയാ? ഘടകപദങ്ങളാക്കുക അല്ലെ. അത്തരത്തിൽ ഘടകപദങ്ങൾക്ക് ഉദാഹരണമായിട്ട് സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഏതാനും ചോദ്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കിക്കേ. മുഖ്യപ്രതിഷ്ഠ എങ്ങനെ ഘടകപദങ്ങളാക്കാം? മുഖ്യമായ പ്രതിഷ്ഠ. സ്വപ്നതുല്യം, സ്വപ്നത്തിന് തുല്യം. വികാര നിർഭരം, വികാരത്താൽ നിർഭരം. അനുക്ഷണം, ക്ഷണം തോറും നിമിഷം തോറും. വിനോദ വിഭവം, വിനോദത്തിനുള്ള വിഭവം. കേട്ടോ, ഉള്ള എന്ന വാക്കില്ലെങ്കിലും കുഴപ്പമില്ല. വിനോദത്തിന് വിഭവം എന്ന നിലയിൽ, വിനോദത്തിനുള്ള വിഭവം എന്ന അർത്ഥത്തിലാണ് അവിടെ വിനോദത്തിന് വിഭവം എന്ന് പറഞ്ഞാലും അർത്ഥമൊക്കും. അടുത്തത് സ്ഥിരശൈലി, സ്ഥിരമായ ശൈലി. നന്മ തിന്മകൾ, നന്മയും തിന്മയും. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്. സൃഷ്ടി നടത്തുന്നവൻ എന്നുള്ളതിന്റെ ഒറ്റപ്പദം ഏതാ? നമുക്കറിയാം സൃഷ്ടി എന്ന് എഴുതുമ്പോ ഇങ്ങനെയാണ്. പക്ഷെ സൃഷ്ടിക്കുന്നവൻ സൃഷ്ടാവാണോ? അല്ല കേട്ടോ. സ്രഷ്ടാവ് എന്നുള്ളതാണ് ശരിയായ പ്രയോഗം. പലയാവർത്തി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത്രയും തവണ പരീക്ഷയിൽ അത് ചോദ്യമായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. സ്രഷ്ടാവ്, സൃഷ്ടാവ്, ഇത് രണ്ടും അല്ലെ, ഈ അക്ഷരത്തിനുള്ള തകരാറ് കൊണ്ട് അത് രണ്ടും നമുക്ക് ഉപേക്ഷിക്കാം. ഇത്തരത്തിൽ ഏതാനും ചില പദങ്ങൾ അല്ലെ, നേരത്തെയും നമ്മൾ പദശുദ്ധി കണ്ടിരുന്നു. ഇത് ഒറ്റ പദത്തിലാണ് ചോദിച്ചതെങ്കിലും ശരിയാ, ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? പദശുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. അതുകൊണ്ടാണ് വീണ്ടും ചില പദശുദ്ധിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയത്. അടിമത്വം എന്നുള്ളത് തെറ്റാണ്. അടിമ എന്നുള്ളത് തനത് മലയാള പദമായതുകൊണ്ട് എന്തു മതി? അടിമത്തം എന്ന് മതി. പ്രസംഗിക്കുന്നവൻ പ്രാസംഗികനാണോ? അല്ല കേട്ടോ, പ്രസംഗകനാണ്. ഒന്നുകിൽ പ്രസംഗകൻ അല്ലെങ്കിലോ പ്രഭാഷകൻ. പ്രസംഗിക്കുന്നവൻ പ്രസംഗകനാണ് അല്ലെങ്കിൽ പ്രഭാഷകനാണ്. യാദൃശ്ചികം എന്നെഴുതുമ്പോ ഷായും ചായും അല്ല ചേരേണ്ടത്, ചായും ഛായുമാണ് ചേരേണ്ടത് കേട്ടോ. യാദൃച്ഛികം പിരിച്ചെഴുതുമ്പോ യാദൃത്ത് അധികം ശികം എന്നാണ്. അതാണ് ചേർത്തെഴുതുമ്പോ തായും ഷായും കൂടി ചേർന്ന് യാദൃച്ഛികമാകുന്നത്.
അതുപോലെ രക്ഷകർത്താവ്, രക്ഷകർത്താവല്ല രക്ഷാകർത്താവ്, അവിടെ ദീർഘം വേണം കേട്ടോ. രക്ഷാധികാരി എന്ന് പറയുന്നത് പോലെ രക്ഷാകർത്താവാണ് ശരിയായ പ്രയോഗം. റെക്കമെൻഡേഷന്റെ മലയാളം ഇപ്പൊ എല്ലായിടത്തും അംഗീകരിച്ച് കാണുന്ന ഒരു പദം ശുപാർശയാണ്. പത്രങ്ങളിലും മറ്റിടങ്ങളിലും ഒക്കെ ശുപാർശയാണ് റെക്കമെൻഡേഷന്റെ മലയാളം. പക്ഷെ PSC ഇതുവരെ ശുപാർശ അംഗീകരിച്ചിട്ടില്ല. PSCയിൽ ഇപ്പോഴും റെക്കമെൻഡേഷൻ ഏതാണ്? ശുപാർശയാണ്. ഉത്തരവാദിത്വം PSC അംഗീകരിച്ചു. ഇത്രയും നാളും റെസ്പോൺസിബിലിറ്റിയുടെ മലയാളം എന്തായിരുന്നു? ഉത്തരവാദിത്തം ആയിരുന്നു. ഉത്തരവാദിത്വം തെറ്റ്, ഉത്തരവാദിത്തം ശരി എന്നാണ് ഇത്രയും നാൾ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ 2025 മുതൽ ഉത്തരവാദിത്തം തെറ്റും ഉത്തരവാദിത്വം ശരിയുമാക്കിയിട്ടുണ്ട്. അതുപോലെ ഇനി മാറാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് ഏത്? റെക്കമെൻഡേഷന്റെ മലയാളം. ശുപാർശ എന്ന വാക്ക് അംഗീകരിക്കാനാണ് സാധ്യത. നിലവിലിപ്പോ എന്താണ്? ശുപാർശ തന്നെയാണ് ശരിയായ പദമായിട്ട് പരിഗണിക്കുന്നത്. അടുത്തത് സത്യാഗ്രഹം ശരിയാണോ? പലപ്പോഴും പറയുന്നിടത്ത് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം എന്നൊക്കെയാ പറയാറുള്ളത്. സത്യത്തെ ആഗ്രഹിക്കലല്ലോ, സത്യത്തെ ഗ്രഹിക്കലാണ്. അപ്പൊ സത്യഗ്രഹം എന്നാണ് പറയേണ്ടത്. സത്യത്തോടുള്ള ആഗ്രഹമല്ല, സത്യത്തെ ഗ്രഹിക്കലാണ്. അപ്പോ സത്യഗ്രഹം, അവിടെ ദീർഘം ആവശ്യമില്ല. സാമ്രാജ്യത്തിന്റെ അധിപൻ ആരാണ്? സാമ്രാട്ടാണോ? അല്ല കേട്ടോ, സമ്രാട്ടാണ്. സായിക്ക് ദീർഘം വേണ്ട. സാമ്രാജ്യം എന്നെഴുതുമ്പോ സായിക്ക് ദീർഘം വേണം. പക്ഷേ സാമ്രാജ്യത്തിന്റെ അധിപനായ സമ്രാട്ടിന് എന്തില്ല? ദീർഘം ഇല്ല. ഹൃദയത്തെ സ്പർശിക്കുന്നത് അല്ലെങ്കിൽ സ്നേഹപൂർവം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ഹാർദവമല്ല, പിന്നെയോ ഹാർദം എന്നുള്ളതാണ് ശരിയായ പദം. ഇവിടെ ചില്ലക്ഷരം വന്നതുകൊണ്ട് ശേഷം വരുന്ന അക്ഷരം എന്ത് ചെയ്യാൻ പാടില്ല? ഇരട്ടിക്കാൻ പാടില്ല. ഹാർദം, ഒരു ദാ മതി. അതുപോലെ ഹാർദവം എന്നൊരു വാക്ക് മലയാളത്തിലില്ല. ഹൃദയപൂർവം, ഹാർദം, അത്രയേ ഉള്ളൂ. കിട്ടിയല്ലോ. വളരെ വളരെ പ്രധാനപ്പെട്ട പദശുദ്ധിയുമായി ബന്ധപ്പെട്ട ഏതാനും പദങ്ങളാണ് കണ്ടത്. അടുത്ത ചോദ്യത്തിലേക്ക്, സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. MT വാസുദേവൻ നായരുടെ മഞ്ഞ് എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് ആര്? വിമലാദേവി. നമുക്കറിയാം അമർ സിംഗ് അഥവാ സർദാർജി, ബുദ്ധു, വിമലാദേവി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാകുന്ന നോവലാണ് MTയുടെ മഞ്ഞ്. MTക്ക് കേരള ഹെമിംഗ്വേ എന്ന അപരനാമം നേടിക്കൊടുത്തതും ഇതേ നോവൽ തന്നെയാണ്. കേരള ഹെമിംഗ്വേ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള, വിജയകരമായി ഇറങ്ങിയിട്ടുള്ള ഒരു ബോധധാര നോവലാണ് ഏത്? മഞ്ഞ് കേട്ടോ. ബോധധാര നോവലാണ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന വിഭാഗത്തിൽ പരിഗണിക്കാവുന്ന നോവലാണ്. പക്ഷെ ആദ്യം ഇറങ്ങിയ ബോധധാര നോവൽ അല്ല. ആദ്യത്തെ ബോധധാര നോവൽ ഏതാണ്? പോഞ്ഞിക്കര റാഫി രചിച്ച, പോഞ്ഞിക്കര റാഫിയുടെ സ്വർഗദൂതൻ അല്ലെ, സ്വർഗദൂതനാണ് മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ. അത് എഴുതിയത് MT അല്ല കേട്ടോ, അത് എഴുതിയത് പോഞ്ഞിക്കര റാഫിയാണ്. പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഈ നോവൽ പരാജയപ്പെട്ടു പോയി. ഒരു ബോധധാര നോവൽ മലയാളത്തിൽ വിജയിക്കുന്നത് ഏത് നോവലിലൂടെയാ? മഞ്ഞ് എന്ന നോവലിലൂടെയാണ്. ലോക സാഹിത്യത്തിൽ തന്നെ ബോധധാര സമ്പ്രദായം വിജയകരമായി പരീക്ഷിച്ച വ്യക്തിയാണ് ആര്? ഏണസ്റ്റ് ഹെമിംഗ്വേ. അദ്ദേഹത്തിന്റെ ഓൾഡ് മാൻ ആൻഡ് ദി സീ, കിഴവനും കടലും എന്ന നോവലാണ് ലോക സാഹിത്യത്തിലെ തന്നെ ആദ്യത്തെ ബോധധാര നോവലായിട്ട് പരിഗണിക്കുന്നത്. ആ രീതിയിൽ അല്ലെങ്കിൽ അതിനെ അനുകരിച്ചുകൊണ്ട് മലയാളത്തിൽ ഇറങ്ങിയ നോവലാണ് ഏത്? സ്വർഗദൂതൻ. പിന്നെ എന്തുകൊണ്ട് പോഞ്ഞിക്കര റാഫിയെ കേരള ഹെമിംഗ്വേ എന്ന് വിളിക്കുന്നില്ല? സ്വർഗദൂതൻ എന്ന നോവൽ പരാജയപ്പെട്ടു പോയി. ബോധധാര സമ്പ്രദായത്തിന് മലയാള സാഹിത്യത്തിൽ ഒരു മേൽവിലാസം ഉണ്ടാക്കി കൊടുത്തത് MT വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിന്റെ മഞ്ഞ് എന്ന നോവലിലൂടെയാണ്. അതുകൊണ്ടാണ് MT എന്ത് വിളിക്കുന്നത്? കേരള ഹെമിംഗ്വേ എന്ന് വിളിക്കുന്നത്. മഞ്ഞ് എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. മഞ്ഞിൽ വിമല, അമർ സിംഗ്, ബുദ്ധു എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. അങ്ങനെയാണെങ്കിൽ MTയുടെ പ്രധാനപ്പെട്ട നോവലുകളും അതിലെ കഥാപാത്രങ്ങളെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ഭീമൻ കേന്ദ്ര കഥാപാത്രമാകുന്ന മലയാള നോവൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഒത്തിരി തവണ പരീക്ഷയ്ക്ക് ചോദ്യമായി വന്നിട്ടുണ്ട്. രണ്ടാമൂഴം, പഞ്ചപാണ്ഡവരിൽ രണ്ടാമൂഴക്കാരനായ ഭീമന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഒരു
കഥ പറയുന്ന നോവലാണ് ഏത്? രണ്ടാമൂഴം. ഭീമൻ കേന്ദ്ര കഥാപാത്രമാകുന്ന മലയാള നോവൽ രണ്ടാമൂഴമാണ്. ഗോവിന്ദൻകുട്ടിയും മീനാക്ഷിയും പ്രധാന കഥാപാത്രങ്ങളാകുന്ന നോവലാണ് അസുരവിത്ത്. അതുപോലെ MTക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത നോവൽ രണ്ടാമൂഴമാണ് കേട്ടോ. അതുപോലെ കാലം, MTക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവലാണ് കാലം. സേതുവും സുമിത്രയുമാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ. MTക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവലാണ് ഏത്? നാലുകെട്ട്. നാലുകെട്ട്. അപ്പുണ്ണിയും കോന്തുണ്ണി നായരുമാണ് നാലുകെട്ടിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇത് MTയുടെ മാത്രം നോവലുകളെ കുറിച്ചാണ് പറഞ്ഞത്. കൃതികർത്താവ് കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഏതാനും ചോദ്യങ്ങൾ പരിചയപ്പെടാം. അനുഭവങ്ങൾ പാളിച്ചകൾ, 4 തകഴിയുടെയാണ് കേട്ടോ. ചെല്ലപ്പൻ, ഭവാനി, ഗോപാലൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാകുന്ന നോവലാണ് അനുഭവങ്ങൾ പാളിച്ചകൾ. ഇത് ഇതേ പേരിൽ സിനിമയാകുകയും ചെയ്തിട്ടുണ്ട്. കൃതി രചിച്ചത് തകഴിയാണ്. രണ്ടിടങ്ങഴി, തകഴിയുടെ മറ്റൊരു നോവലാണ് രണ്ടിടങ്ങഴി. കോരൻ, ചാത്തൻ, ചിരുത, വെളുത്ത എന്നിവർ പ്രധാന കഥാപാത്രങ്ങളാകുന്ന നോവലാണ് രണ്ടിടങ്ങഴി. അതുപോലെ തകഴിയുടെ മറ്റൊരു നോവലാണ് തോട്ടിയുടെ മകൻ. ചുടലമുത്തുവും മോഹനനുമാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ. കേശവപിള്ളയും തങ്കമ്മയും പ്രധാന കഥാപാത്രങ്ങളാകുന്ന നോവലാണ് ഏണിപ്പടികൾ. തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത നോവലാണ് ചെമ്മീൻ, അല്ലെ? പരീക്കുട്ടിയും കറുത്തമ്മയും പളനിയും ചെമ്പൻ കുഞ്ഞും പഞ്ചമിയും ഒക്കെ കഥാപാത്രങ്ങളാകുന്ന നോവലാണ് ഏത്? ചെമ്മീൻ. അതിനാണ് തകഴിക്ക് എന്ത് കിട്ടിയത്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് തകഴിക്ക് കിട്ടിയത് ഏണിപ്പടികൾ എന്ന നോവലിനാണ് കേട്ടോ. കേശവപിള്ളയും തങ്കമ്മയുമാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ. അതുപോലെ തകഴിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1982-ലാണ് തകഴിക്ക് എന്ത് കിട്ടിയത്? ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത്. അത് പലരും പറയുന്നത് അത് ഏത് നോവലിനാണെന്നാണ്. കയർ എന്ന നോവലിനാണ് തകഴിക്ക് ജ്ഞാനപീഠം കിട്ടിയതെന്നാണ് പലരും പറയുന്നത്. അല്ല, കയർ എന്ന നോവലിന് വയലാർ അവാർഡാണ് ലഭിച്ചിട്ടുള്ളത്. ജ്ഞാനപീഠ പുരസ്കാരം തകഴിക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു കൃതിക്കല്ല, സമഗ്ര സംഭാവനയ്ക്കാണ്. മറ്റൊരു ചോദ്യത്തിൽ അത് വരുന്നുണ്ട്, ബാക്കി അപ്പൊ പറയാം. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഭരത് ഗോപിക്ക് ഏറ്റവും നല്ല നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സിനിമ ഏതാ? കൊടിയേറ്റമാണ്. ഭരത് ഗോപി എന്നാണ് കൂടുതൽ അറിയപ്പെടുന്നതെങ്കിലും കൊടിയേറ്റം ഗോപി എന്നുകൂടി ഭരത് ഗോപിക്ക് വെളിപ്പേരുണ്ട് കേട്ടോ. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത കൊടിയേറ്റം എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് നടൻ ഗോപിക്ക് ഭരത് അവാർഡ് ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ ഭരത് അവാർഡ് കിട്ടിയ മലയാളത്തിലെ പ്രധാനപ്പെട്ട നടന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. PJ ആന്റണി നിർമാല്യം എന്ന ചിത്രത്തിലെ അഭിനയത്തിന്, അല്ലെ, ആ വെളിച്ചപ്പാടിനെ അവതരിപ്പിച്ചതിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 1974 PJ ആന്റണിക്ക് ലഭിക്കുന്നു. 1977 നടൻ ഭരത് ഗോപിക്ക് കൊടിയേറ്റം എന്ന ചിത്രത്തിലൂടെ പുരസ്കാരം ലഭിക്കുന്നു. ബാലൻ K നായർക്ക് 1980 ഓപ്പോൾ എന്ന ചിത്രത്തിലൂടെ പുരസ്കാരം ലഭിക്കുന്നു. പ്രേംജിക്ക് പിറവി എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് 1988 ഭരത് അവാർഡ് ലഭിക്കുന്നത്. നടൻ മമ്മൂട്ടിക്ക് ഒത്തിരി തവണ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഒത്തിരി ചിത്രങ്ങൾക്ക് 1989-ലും 93-ലും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം മമ്മൂട്ടിയെ തേടി എത്തുകയുണ്ടായി. 1989 ഒരു വടക്കൻ വീരഗാഥ, മതിലുകൾ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് മമ്മൂട്ടിക്ക് പുരസ്കാരം ലഭിച്ചതെങ്കിൽ 1993 പൊന്തന്മാട, വിധേയൻ എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടിക്ക് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ മോഹൻലാലിനോ? 2 വട്ടം മോഹൻലാലിന് ലഭിച്ചിട്ടുണ്ട്. 1991 ഭരതം എന്ന ചിത്രത്തിനും 1999 വാനപ്രസ്ഥം എന്ന ചിത്രത്തിലെ പ്രകടനത്തിനുമാണ് മോഹൻലാലിന് പുരസ്കാരം ലഭിച്ചത്. 97 ബാലചന്ദ്ര മേനോന് സമാന്തരങ്ങൾ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് പുരസ്കാരം ലഭിച്ചപ്പോൾ 97 സുരേഷ് ഗോപിക്ക് ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടം എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 2001 നടൻ മുരളിക്ക് നെയ്ത്തുകാരൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിക്കുന്നു.
2010 സലീം കുമാറിന് ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് പുരസ്കാരം ലഭിച്ചപ്പോൾ 2013 പേരറിയാത്തവർ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് സുരാജ് വെഞ്ഞാറമൂടിനായിരുന്നു പുരസ്കാരം ലഭിച്ചത്. അപ്പൊ നാഷണൽ അവാർഡ് കിട്ടിയ മലയാളത്തിലെ പ്രധാന നടന്മാരെയാണ് ഇവിടെ പരിചയപ്പെടുത്തിയത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. VV അയ്യപ്പന്റെ തൂലികാനാമം പലയാവർത്തി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. അയ്യപ്പൻ കോവിൽ എന്ന് ഓർത്തു വെക്കുകയാണെങ്കിൽ ഇത് തെറ്റിപ്പോവില്ല. അയ്യപ്പൻ കോവില്, VV അയ്യപ്പൻ, കോവിലൻ, തട്ടകം, തോറ്റങ്ങൾ തുടങ്ങിയ നോവലുകളുടെ സൃഷ്ടാവാണ് ആര്? VV അയ്യപ്പൻ എന്ന കോവിലൻ. പ്രധാനപ്പെട്ട ചില തൂലികാനാമങ്ങൾ പരിചയപ്പെടാം. കോവൂര് ഓപ്ഷനിൽ ഉണ്ടായിരുന്നു. ആരാ കോവൂര്? EM കോവൂരിന്റെ ശരിയായ പേര് മാത്യു ഐപ്പ് എന്നാണ്. അതുപോലെ കുട്ടേട്ടൻ എന്ന തൂലികാനാമത്തിൽ സാഹിത്യരചന നടത്തിയിരുന്നത് ആരാ? V പുരുഷോത്തമൻ നായരാണ്. അതുപോലെ നിരൂപകനായ കുറ്റിപ്പുഴ തൂലികാനാമമാണ്. ശരിയായ പേര് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്നാണ്. മറ്റു ചിലത് കൂടി പരിഗണിക്കാം. ചെറുകാട് ശരിയായ പേര് C ഗോവിന്ദ പിഷാരടി എന്നാണ്. തുളസീവനം ശരിയായ പേര് R രാമചന്ദ്രൻ നായർ എന്നാണ്. ഹാസ്യ സാഹിത്യകാരനായ സഞ്ജയന്റെ ശരിയായ പേര് MR നായർ എന്നാണ്. മാണിക്കോത്ത് രാമുണ്ണി നായർ. പുരാണ കഥകൾ കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന അല്ലെ, ബാലസാഹിത്യ രൂപത്തിൽ പുരാണ കഥകൾ അവതരിപ്പിക്കുന്ന 2 സാഹിത്യകാരന്മാരാണ് സുമംഗലയും മാലിയും. സുമംഗല ശരിയായ പേര് ലീല നമ്പൂതിരിപ്പാട് എന്നാണ്. മാലി V മാധവൻ നായർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ശരിയായ പേര്. മറ്റൊരു പേര് പാറപ്പുറത്ത്, ഒരുപാട് തവണ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത്. പാറപ്പുറത്ത് ആരുടെ തൂലികാനാമമാണ്? KE മത്തായിയുടെ തൂലികാനാമമാണ് പാറപ്പുറത്ത്. വളരെ വളരെ പ്രധാനപ്പെട്ടത്, പലയാവർത്തി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമായ തൂലികാനാമങ്ങളും യഥാർത്ഥ നാമങ്ങളുമാണ് പരിചയപ്പെട്ടത്. അടുത്ത ചോദ്യം എന്തായിരുന്നു? അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ജ്ഞാനപീഠ പുരസ്കാരം 2007 ലഭിച്ചത് ONV കുറുപ്പിനാണ്. ഇത് ഒരു കാരണവശാലും വിട്ടുകളയരുത് കേട്ടോ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികൾ 6 പേരേ ഉള്ളൂ. 6 പേരുടെ പേരും യഥാക്രമം അവരുടെ വർഷങ്ങൾ, ലഭിച്ച വർഷങ്ങളും ഏതൊക്കെ കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എന്ന കാര്യവും യാതൊരു കാരണവശാലും മറന്നുകളയരുത്. ചരിത്രത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടുന്നത് മലയാളിയായ G ശങ്കരക്കുറുപ്പാണ്. അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് 65-ൽ. 1980-ൽ SK പൊറ്റേക്കാട്ടിന് ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിക്കുന്നത്. 1984-ൽ തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നു. അത് ഒരു കൃതിക്കാണോ ലഭിച്ചത്? അല്ല, പിന്നെയോ സമഗ്ര സംഭാവനയ്ക്കാണ്. 1980 വരെ മാത്രമാണ് ഒരു കൃതിക്ക് ജ്ഞാനപീഠ പുരസ്കാരം കൊടുത്തിട്ടുള്ളത്. 1981 മുതൽ ഒരു കൃതിക്കല്ല, സമഗ്ര സംഭാവനയെ മാനിച്ചുകൊണ്ടാണ് എന്ത് കൊടുക്കുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം കൊടുക്കുന്നത്. അപ്പൊ 1984-ൽ പുരസ്കാരം നേടിയ തകഴി ഏതെങ്കിലും ഒരു കൃതിക്ക് നേടിയ ആളായിരിക്കുവോ? കയറിനായിരിക്കുവോ കിട്ടിയിരിക്കുക? അല്ല കേട്ടോ, സമഗ്ര സംഭാവനയ്ക്കാണ്. ഒരു കൃതിക്ക് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ 2 മലയാളികളെ ഉള്ളൂ. അത് G ശങ്കരക്കുറുപ്പും SK പൊറ്റേക്കാട്ടുമാണ്. 1995-ലാണ് MT വാസുദേവൻ നായർക്ക് പുരസ്കാരം ലഭിക്കുന്നത്. 2007-ൽ ONV കുറുപ്പിന് ലഭിക്കുന്നു. 2019-ൽ ഏറ്റവും ഒടുവിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിന് മാത്രം കൊടുക്കുന്ന പുരസ്കാരമാണോ? അല്ല. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള 22 ഭാഷകളെ പരിഗണിച്ചുകൊണ്ടാണ് ജ്ഞാനപീഠ പുരസ്കാരം കൊടുക്കുന്നത്. ഇതേവരെ 6 തവണയെ മലയാളത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾ പരിഗണിക്കേണ്ട 2 പുരസ്കാരങ്ങളാണ് എഴുത്തച്ഛൻ പുരസ്കാരവും വയലാർ അവാർഡും. ഇത് രണ്ടും ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒരിക്കൽ കൂടി അത് പറയണം എന്ന് തോന്നുന്നു. അതും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നോക്കിക്കേ, എഴുത്തച്ഛൻ പുരസ്കാരം ഒടുവിൽ നേടിയ 4 പേരെ ഓർത്തു വെക്കാനുള്ള എളുപ്പ വഴിയാണ് സേതു വസന്തം, മാധവം ശങ്കരം എന്ന് പറഞ്ഞ് പഠിക്കാൻ ശ്രമിക്കുക. 2022-ൽ സേതുവിന്, 2023-ൽ SK വസന്തൻ മാഷിന്, 2024-ൽ NS മാധവന്,
2025 KG ശങ്കരപ്പിള്ളയ്ക്ക്, സേതു വസന്തം മാധവം ശങ്കരം. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വയലാർ അവാർഡ്. 2022 മുതൽ 25 വരെ വയലാർ അവാർഡ് നേടിയവരെ ഓർത്തു വെക്കാനുള്ള എളുപ്പവഴി എന്താ? ഹരിശ്രീ അശോകന് സന്തോഷമായി. എന്താ കാരണം? 2022 S ഹരീഷിന്, 2023 ശ്രീകുമാരൻ തമ്പിക്ക്, 2024 അശോകൻ ചെരുവിലിന്, 2025 E സന്തോഷ് കുമാറിന്. ഇത് എങ്ങനെയും ചോദിക്കാം, ഏത് കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് എന്നും ചോദ്യം വരാം കേട്ടോ. 2022 S ഹരീഷിന് മീശ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചതെങ്കിൽ 2023 ശ്രീകുമാരൻ തമ്പിക്ക് ആത്മകഥയായ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2024 അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 2025 E സന്തോഷ് കുമാറിന്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. കിട്ടിയല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് യാതൊരു കാരണവശാലും വിട്ടുകളയാൻ പാടില്ലാത്ത രീതിയിൽ പരിഗണിക്കേണ്ടതാണ് എന്ന് തോന്നിയ വസ്തുതകൾ. പരമാവധി പ്രയോജനപ്പെടുത്തുക. പരീക്ഷയ്ക്ക് ഏറ്റവും ഉയർന്ന വിജയം തന്നെ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.